നമ്മൾ പോകുന്നത് എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അതിനവർ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാലങ്ങളായിട്ട് പലരും ചെയ്തു വെച്ച കാര്യം. അതിലൊന്ന് കുടുംബത്തിൽ നിന്ന് മെല്ലെ ദീനിനെ എടുത്തു മാറ്റുക എന്നതാണ്. ഞാൻ ഇപ്പം കാരണന്മാരോട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ചില കാർക്കശ്യങ്ങൾ, ഞാൻ നിങ്ങളങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്, അതുകൊണ്ട് പുതിയ തലമുറ ദീനിൽ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവാണ്. പുതിയ തലമുറ, എല്ലാ സംഘടനക്കാരും അറിയാലോ, ഞാനൊരു പ്രത്യേക സംഘടനക്കാരനല്ല, ഞാൻ ഒരു സംഘടനയിലും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയാം. ഒരു സംഘടനയിലും ഇന്നവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ലീഡർഷിപ്പ് എടുത്തിട്ടില്ല. അതുകൊണ്ട് എന്നെ ഒരു സംഘടനക്കാരനായിട്ട് നിങ്ങൾ കാണരുത്. എല്ലാ സംഘടനയുടെ പരിപാടിക്കും ഞാൻ പോകാറുണ്ട് ആസ് എ സൈക്കോളജിസ്റ്റ്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് ആര് വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. കാരണം അവിടെ പോയിട്ട് തിരുത്തലാണ് നമ്മുടെ ജോലി, അവരോടൊരു കാര്യം പറയലാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സംഘടനയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മുസൽമാൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിലെല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നു, ആരെയും നമ്മൾ എതിർക്കാറില്ല, ആരോടും നമ്മൾ വിയോജിപ്പ് കാണിക്കാറുമില്ല, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഐക്യത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോ പണി തുടങ്ങി. ഒന്നാമത്തെ കാര്യം വിദ്യാർത്ഥികളോടാണ്. വിദ്യാർത്ഥികൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? നമ്മുടെ പുത്തനത്താണിയിലും ഈ കോട്ടക്കലിലും ഈ വളാഞ്ചേരിയിലുമൊക്കെ നമ്മുടെ പരിസരത്തുള്ള പല ടൗണുകളിലും ഡിങ്കോയിസത്തിൻ്റെ ക്ലബ്ബുകളുണ്ട്. എത്ര പേർക്കറിയാമത്? എന്താ ഡിങ്കോയിസം? എന്താ ഡിങ്കോയിസം? ലാ ഇലാഹ ഇല്ലാ ഡിങ്ക എന്ന് പറയുന്നതിനാണ് ഡിങ്കോയിസം. അഥവാ ഞങ്ങൾ ഡിങ്കനെ ആരാധിക്കുന്നു എന്ന്. വളരെ ഫ്യൂ ആളുകളെ ഉള്ളൂ, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. കാരണം അതിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് ലിബറലായിട്ടുള്ള ചില തോട്ട്സ് കൊണ്ടല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്, ലിബറലായിട്ട്. കാരണം ഇന്നിപ്പം ഇങ്ങോട്ട് വരുമ്പോഴും ഒരു കോളേജിൽ ലെക്ചറർ, വേറൊന്ന് ഒരു ഡോക്ടർ, പേരുകൾ പറയുന്നില്ല, അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളുടെ താളം തെറ്റലിനെ കുറിച്ചിട്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. മഞ്ചേരിയിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ഒന്ന് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ ലെക്ചറാണ്, ലേഡിയാണ്. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് 2 വർഷം മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടുന്ന ഒരു കാലം. ഇത് വെറുതെ ഒരു പ്രഭാഷണമായി, ഒരു പ്രസംഗമായി നിങ്ങൾ കേൾക്കല്ലേ. നമ്മുടെ ഓരോ കുട്ടികളും ഇങ്ങനെ അപതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിൽ ഒന്നാമതായി അവർ പ്രാക്ടീസ് ചെയ്തത് ഏതാണെന്നറിയോ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമതായി പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയെങ്കിലും ലിബറലിസം കൊണ്ടുവരാൻ. എന്താ ലിബറലിസം? ലിബറലിസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തോന്നിപ്പോകും സ്വതന്ത്രമായ ചിന്തയാണ് എന്ന്. എന്താണ് ഈ സ്വതന്ത്രമായ ചിന്ത? ഒരു ബൗണ്ടറി ഇല്ലാതെ ചിന്തിക്കുക എന്നതാണ്. അഥവാ മാതാവ് പിതാവ് എന്ന് പറയുന്ന, ഇന്നൊരു കുട്ടിയുടെ പോസ്റ്റർ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. കാരണം സ്വന്തം ജീവിക്കേണ്ടത് ഞാനാണ്, സഹിക്കേണ്ടത് ഞാനാണ്, പിന്നെ എന്തിനാണ് കുടുംബത്തെ അതിൽ പങ്കാളിയാക്കുന്നത്? ഒരു മുസ്ലിം കുട്ടി എഴുതിയൊരു പോസ്റ്റാണ്. എന്തിനാണ് വാപ്പയും ഉമ്മയും അതിലേക്ക് എരച്ചു കയറുന്നത്? ഈ ചോദ്യം നമുക്കിടയിൽ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അഥവാ മാതാവും പിതാവും എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്, അല്ലാതെ ഭയങ്കര ഇമോഷനൊന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ചോനാരി കുടുംബം അതിമനോഹരമായി ഇവിടെ കാരണന്മാർ ഒരുമിച്ച് കൂട്ടി ആദരിച്ച് പിതാവാരാണ് മാതാവാരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാ മാതാപിതാക്കളോടുള്ള വലിയ വലിയ ചിന്തകൾ കടന്നു പോവാണ്. എന്നിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതെവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ മൈക്കിലൂടെ പറയാൻ മടിയുണ്ട്. പക്ഷേ കാലം അവിടെ എത്തിയത് കൊണ്ട് മാത്രം പറഞ്ഞോട്ടെ, കാലം അവിടെ എത്തിയത് കൊണ്ട് പറഞ്ഞോട്ടെ. പ്രധാനപ്പെട്ട ഒരു ലിബറലിസ്റ്റിനോട് ചോദിക്കുകയാണ്, ഒരു എത്തീസ്റ്റിനോട് ചോദിക്കുകയാണ്, ഒരു മകന് മാതാവിനോട് മോശമായൊരു ചിന്ത തോന്നിയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന്. അങ്ങനത്തെ ചോദ്യമേ ചോദിക്കാൻ പാടില്ല. ഒരു മകന് തൻ്റെ സുന്ദരിയായ ഒരു ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ മാതാവിനോട് തോന്നിയാൽ എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതെന്തിനാ അവിടെ പ്രസംഗിക്കുന്നതെന്ന്. പക്ഷെ ആ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എത്തീസ്റ്റാണ്, എത്തീസ്റ്റിനോടാണ്. ആ ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, വ്യക്തിഹത്യയല്ല നമ്മുടെ ഉദ്ദേശ്യം. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ പ്രശ്നം എന്നാണ്. ഒരു മോന് മാതാവിനോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവർക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് അതേ വ്യക്തി ചോദിക്കുകയാണ് ഖുർആനിൽ എവിടെ നന്മ എന്ന്. ഇങ്ങനെ കുട്ടികൾ ഇവരുടെയൊക്കെ പിന്നാലെയാണ്. കാരണം ഇത്രമാത്രം എക്സ്ട്രീമിസത്തിലേക്ക് പോയി അവരുടെ വേറൊരു ലോകത്തെ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇത് നടമാടിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ അന്ധമായി ഇതിനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാളും പോകാതിരിക്കാനുള്ള സശ്രദ്ധയാണ്, വെറും ശ്രദ്ധ പോരാ, സശ്രദ്ധയാണ് നമ്മളിൽ നിന്ന് ആദ്യം ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം ഇന്നാള് കുറച്ച് കുട്ടികളെ ഞാൻ കൗൺസിലിംഗ് നടത്തി, മാസ് കൗൺസിലിംഗ് ആണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഘടനക്കാരെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ആ കുട്ടികൾ അധിക പേരും പറഞ്ഞത്, അഥവാ ഉസ്താദുമാർ തമ്മിലുള്ള തല്ല് കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ബേക്കോട്ട് പോകുന്നത് എന്നാണ്. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരിക്കുക,
കുറ്റപ്പെടുത്തി സംസാരിക്കുക. ഈ സംസാരമാണ് ഞങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. കാരണം അവരങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവരവർക്ക് തോന്നുന്ന ആദർശങ്ങളെ പറയുക എന്നത് നിർബന്ധമാണ്. ആ ആദർശം പറയുമ്പോൾ നിങ്ങൾക്ക് കുറ്റപ്പെടുത്തുമെന്ന് തോന്നിപ്പോകുമെന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞു. പക്ഷെ കുട്ടികൾ ഇങ്ങനെ കൂടി ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാപ്പ ഒരു മകൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ അവൻ നല്ല മസിൽമാനാണ്, നല്ല ഉഷാറായിട്ട് ജിമ്മൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, എന്താ നീ ജിമ്മൊക്കെ പോകുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ വെറുതെ തമാശ ചോദിച്ചോ. പറഞ്ഞു, വാപ്പ നന്നായിട്ട് അടിക്കും സാറേ. എന്നിട്ട് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് അവ പറഞ്ഞു, വാപ്പനെപ്പോൾ തിരിച്ചടിക്കാനൊന്നും പറ്റൂലല്ലോ, പക്ഷെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒന്നും തടുക്കണ്ടേ, അതിനാണ്. അപ്പോൾ കുട്ടികളിപ്പോൾ തടവാ തുടങ്ങിയത്, ഇനി ചിലപ്പം അതിൻ്റെ അപ്പുറത്തായിരിക്കും. അപ്പോൾ കുട്ടികളുടെ ഓരോ രംഗത്തുള്ള രംഗപ്രവേശനം പോലും വ്യത്യസ്തമായ ഒരു ലക്ഷ്യമുണ്ട്. അവർക്കില്ലെങ്കിൽ പോലും മറ്റുള്ളവർ ആ ലക്ഷ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇഷ്ടം പോലെ ക്യാമ്പസുകൾ പോകുന്ന, കുടുംബസംഗമത്തേക്കാൾ ഞാൻ പോയിട്ടുണ്ടാകുക കോളേജുകളിലാണ്. കോളേജുകൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല നല്ല കുട്ടികൾ എഴുന്നേറ്റെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? എന്തുകൊണ്ടാ ഇങ്ങനെ, എന്തുകൊണ്ടാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്നോട് കേരളത്തിലെ പ്രമാദമായ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ക്യാമ്പസിൽ നിന്ന് ചോദിച്ചത് അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് എന്താ തെളിവ് എന്നതാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ മധ്യവയസ്കരായ ആളുകൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക്, ഉസ്താദുമാർക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, ഇതൊക്കെ ഇവിടെ സംസാരിക്കേണ്ടതുണ്ടോ? നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ്. കുട്ടികൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ സെർച്ച് എഞ്ചിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ChatGPT ചോദിച്ചു നോക്കൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേക ചാനലോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മുടെ പ്രഭാഷണം ആരൊക്കെയാണ് കേൾക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അൽഗോരിതം നോക്കിയാൽ കിട്ടും. അത് നോക്കാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്നത് എന്ന് എനിക്ക് മൊബൈൽ നോക്കിയാൽ കേൾക്കാൻ പറ്റും. ഏത് പ്രായത്തിലുള്ളവർ, ഏത് ഏരിയയിലുള്ളവർ. എൻ്റെ പ്രസംഗം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മലപ്പുറം ജില്ലയിൽ തിരൂർ ഏരിയക്കാരാണ് എന്ന് എനിക്ക് എൻ്റെ മൊബൈൽ പറഞ്ഞു തരും. ഇത് ChatGPT കാലമാണ്. അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ കുട്ടികളുടെയും ചിന്താഗതികൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ChatGPT പ്രൈമിലേക്ക് കയറിയാൽ നമുക്ക് മനസ്സിലാവും. ഞാനിതിന്നിവിടെ പറയാൻ കാരണം നമ്മളിതൊന്നും അറിയാതെ ജീവിച്ച് മുന്നോട്ട് പോവാണ്. കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്, എന്താണ് ഈ പറയുന്ന എലോൺ മാസ്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉദാഹരണത്തിന്. ഇതൊക്കെ എന്തിനാ അവിടെ പറഞ്ഞതെന്നല്ല, നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ്. കാരണം ഇനി വരാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ഇനി നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ പോകുന്ന ഏതൊക്കെ ഫേഷ്യൽ ഉപയോഗിക്കണം, ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം ഇനി ഇറങ്ങാൻ പോണേ ഉള്ളൂ. കാരണം ആളുകളുടെ സെർച്ചിങ്ങിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി, അതിൻ്റെ അക്യുമുലേഷൻ മനസ്സിലാക്കി ഇന്ന പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് ഭീമന്മാർ ചിന്തിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും. ഇതാണ് അൽഗോരിതം. ആ അൽഗോരിതത്തിലൂടെ പോകുമ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ ഏതിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് കണക്കുകൾ നമുക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോഴാണ് അവർ സെർച്ച് ചെയ്യുന്നതൊക്കെ വേറെ വേറെ ലോകങ്ങളാണ്. കുട്ടികളുടെ ഗെയിം നമ്മൾ എടുത്തിട്ടുണ്ടോ? കുട്ടികളുടെ കളികളുണ്ടല്ലോ, കുട്ടികൾ ഇങ്ങനെ മൊബൈലായിട്ട് ഇരിക്കുന്നുണ്ടാവും, ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടാവും. ആ ഗെയിം ഏതിലേക്ക് കൊണ്ടുപോകുന്നത് എന്നറിയുമോ? ആ ഗെയിം നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഇപ്പൊ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്, ഉമ്മാർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഫ്രീ ഫയർ കളിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു വരാം. നമ്മുടെ കുട്ടികൾ ഫ്രീ ഫയർ കളിച്ചാലുള്ള ഒരു പ്രശ്നം, കുട്ടികളുടെ മെന്റാലിറ്റി മാറും. എന്താ ഫ്രീ ഫയർ? വെടിവെച്ച് തകർത്ത് പോകലാണ്. കുട്ടികൾ കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടുന്ന് പീരങ്കി, ഇവിടുന്ന് വെടി, അവിടുന്ന് ടാങ്കർ പൊട്ടിത്തെറിക്കല്. ഈ മെന്റാലിറ്റി കൂടും. ആ മെന്റാലിറ്റി ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാകില്ല, എന്നാലും പറയാം. പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്, 4 ഭാഗങ്ങളാണ്. ഒരു മനുഷ്യനൊരാളെ കുറിച്ചിട്ട് ആദ്യം വരല് പെർസെപ്ഷനാണ്. എന്താ പെർസെപ്ഷൻ? ഒരു തോന്നലാണ്. ആ തോന്നൽ പിന്നെ ബിലീഫ് സിസ്റ്റം, ഒപ്പീനിയനോ, അഭിപ്രായമാകും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഇപ്പം എന്നോട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അയാളെ പറ്റി ആദ്യം ഒരു തോന്നലുണ്ടാകും, പിന്നെ അത് അഭിപ്രായമാകും, പിന്നെ അയാളെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ തന്നെ ഒരാളാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എൻ്റെ വിശ്വാസം അങ്ങനെയാകും. അത് പിന്നെ ആറ്റിറ്റ്യൂഡാണ്. എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനോഭാവം അയാളെക്കുറിച്ച് പിന്നെ അങ്ങനെയായിരിക്കും. ഒരു പുതിയാപ്പിളിനെ കുറിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. വളരെ ശ്രദ്ധിച്ചുക. ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡാവും. പിന്നെ ആ ഭർത്താവ് പറയുന്നത് കേൾക്കില്ല. അതുകൊണ്ട് ഗെയിമുകൾ ഒരുപാട് കളിച്ച് ഡിസ്ട്രക്റ്റീവ് ഗെയിം നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ടാവും. ഉമ്മാരെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. അവർ കളിക്കുന്ന കളി ഏതാണെന്ന് ആദ്യം നമ്മൾ അറിയണം. ഡിസ്ട്രക്റ്റീവ് ഗെയിം കളിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതലായി നെഗറ്റീവ് മൈൻഡിലേക്ക് എത്തുന്നത് എന്നും അവരാണ് കൂടുതലും തർക്കത്തിലേക്കും കുട്ടികൾ മാതാപിതാക്കളെ എതിർക്കുന്നതിലേക്കും എത്തിക്കുന്നത് എന്നതാണ് സൈക്കോളജിക്കൽ വ്യൂ. എന്താ അതിൻ്റെ അർത്ഥം? ഒന്നും കൂടി പറയാം. ഒരു കുട്ടി വെടിവെച്ച് ആൾക്കാരെ കൊന്നിങ്ങനെ പോകുമ്പോൾ ആ ആളുടെ മെന്റാലിറ്റി മാറും, അയാളുടെ മൈൻഡ് മാറും.
അപ്പൊ പിന്നെ ഒരാളെ അടിക്കുക തകർക്കുക എന്നത് പ്രശ്നമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ 17-18 വയസ്സുള്ള കുട്ടികൾ സ്കൂട്ടറും കൊണ്ട് റോട്ടിലൂടെ പോകുന്നത്? അത് കേവലം ഒരു പോക്കല്ല, ഗെയിമിലൂടെ പോകുന്നത് പോലെ പോവാണ്. അതുകൊണ്ട് എന്തായി, ആയിരക്കണക്കിന് കുട്ടികളാണ് ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിൽ അവർ റോഡിൽ പൊലിഞ്ഞത്, അവരുടെ ജീവിതം. ഇനിയിപ്പോൾ അതാ പുതിയ റോഡ് വരാൻ പോവാണ്, ഏകദേശം വന്നു കഴിഞ്ഞു. ഇങ്ങോട്ടൊക്കെ 6 വരി പാതയിൽ കുട്ടികൾക്ക് നിയമം അറിയുമോ? നമ്മൾ വിചാരിച്ചത് എന്താ, ഏത് ട്രാക്കിലൂടെയും പോകാമെന്നാണ്. അല്ല, അതിന്റെ നിയമം എന്താണ്? ഞാൻ അതിന്റെ നിയമം പഠിപ്പിക്കാൻ വന്നതല്ല. ഇവിടെ അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. അഥവാ ട്രെയിലേഴ്സും ബൈക്കും പോകേണ്ടത് ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലൂടെയാണ്. അഥവാ ഏറ്റവും കുറഞ്ഞ വേഗതയുള്ള വാഹനങ്ങൾ അതിലൂടെ പോകണം. അവരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതിലൂടെ പോകേണ്ടത്. ഏതിലൂടെ? രണ്ടാമത്തെ ട്രാക്കിലൂടെ. ആ ട്രാക്കിൽ നിന്ന് മൂന്നാമത്തെ ട്രാക്കിലേക്ക് മാറി ഓവർടേക്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ട്രാക്കിലേക്ക് തന്നെ വരണം. ഇതാർക്കറിയാം ഈ നിയമങ്ങൾ? നമ്മൾ മൂന്നാമത്തെ ട്രാക്കിൽ അങ്ങനെ സ്പീഡിൽ പോകും. അപ്പൊ അതിലും സ്പീഡിൽ വരുന്ന വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാൻ എവിടെ ട്രാക്ക്? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾ ആ ട്രാക്കും പോകും, ഈ ട്രാക്കും പോകും. അതിൽ സ്പീഡിൽ വരുന്ന, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബെൻസും ഓടിയും എല്ലാ സ്പീഡിലുള്ള എല്ലാ വണ്ടി ഇറങ്ങിയ കാലാണ്. കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ട്, അറിയാലോ, ഒരുപാട് വണ്ടിയുള്ളവരുണ്ടാവും, 1 സെക്കൻഡ് കൊണ്ട് 100 സ്പീഡിലേക്ക് പോകുന്ന വാഹനമുണ്ട്, 3 സെക്കൻഡ് കൊണ്ട് 100 സ്പീഡിലേക്ക് പോകുന്ന വാഹനമുണ്ട്. ഇവരുടെ ബൈക്ക് ചിലപ്പോൾ 15 സെക്കൻഡ് ഒക്കെ എടുക്കും എന്താണ് ഈ 100-110ലേക്ക് കയറാൻ. അപ്പൊ ഈ ഒറ്റ സെക്കൻഡ് കൊണ്ട് 100 കവർ ചെയ്യുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ബൈക്കിന് ഇടിക്കുക എന്നുള്ള നിർബന്ധമാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ബൈക്ക് എന്ന് പറയുന്നത് മുമ്പിൽ അങ്ങനെ ഇങ്ങനെയും കാണുമ്പോൾ എത്ര കുട്ടികളാണ് നമ്മുടെ ജീവിതത്തിൽ പൊലിഞ്ഞു പോകുന്നത്. അതിൻ്റെ ഒരു പഠനം, കുട്ടികൾ ഗെയിം കളിച്ച് 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 അവരുടെ മനസ്സിലേക്ക് അത്തരത്തിലുള്ള ചിലത് കടന്നു വരുന്നു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഈ ഗെയിം കളി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഉസ്താദുമാർ ക്ഷമിക്കണം കേട്ടോ, ഒരു നടൻ, അയാൾ വളരെ എത്തിക്സും വാല്യൂസ് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തിറങ്ങിയ ഫിലിം പോലും, ഞാൻ സിനിമ കാണാറില്ല, തിയേറ്ററിൽ പോകാറില്ല, പക്ഷേ അടുത്തിറങ്ങിയ സിനിമ പോലും ഈ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗെയിം കളിക്കുന്ന ആളുകളുടെ ചക്രവർത്തിയായിട്ടാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആൾ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം ഗെയിം കളിക്കുന്ന ആളുകൾ അത്രമാത്രം അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് അത് നമുക്ക് കാണിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഗെയിം എന്ന് പറയുന്ന സാധനം പിന്നെ മെല്ലെ അവനെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും, അവന്റെ മെന്റാലിറ്റിയെ തകർക്കും. അതിനു വേണ്ടിയിട്ട് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള തകർക്കുന്ന ഗെയിം പോലും ഇറങ്ങി അത് നമ്മുടെ കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അത് നമ്മളെ കുട്ടികളെ കളിപ്പിക്കുന്ന കാലത്താണ്. കാരണം വെടിവെച്ച് പോകുമ്പോൾ അതിൻ്റെ എങ്ങാനും സ്ക്രീന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ നെറ്റ് കഴിഞ്ഞാൽ, ആ നെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഈ ആള് പോയിട്ട് എന്ത് ചെയ്യാണ്, ഉമ്മയോട് ചോദിക്കാൻ. ഉമ്മ പറയാണ് ഞാനിപ്പോൾ മൊബൈൽ തരൂല എന്ന്. ഉമ്മ എന്തോ കാരണത്താൽ മൊബൈൽ തരില്ലെന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? അതേ ഉമ്മയുടെ ചങ്കിലേക്ക് കത്തികൊണ്ട് ആഞ്ഞ് കുത്താണ്. ഈ കുത്താനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ഇത് മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്നും കിട്ടിയതൊന്നുമല്ല, കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതല്ല. ഗെയിമിന്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാവിനെ പോലും പെട്ടെന്ന് കുത്തിമലർത്താനുള്ള ധൈര്യത്തിലേക്ക് ഈ കുട്ടി എത്തുന്നു എന്നതാണ് അതിന്റെ സൈക്കോളജി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് പറയുന്നത്, ഈ ചോനാരി കുടുംബത്തിലെ അംഗങ്ങളോട് പറയുന്നത്, നമ്മുടെ കുട്ടികൾ ഏത് ഗെയിം കളിക്കണമെന്ന് വരെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഗെയിം എന്തായാലും അവർ കളിക്കും, അത് കൺസ്ട്രക്റ്റീവ് നിർമ്മാണാത്മകമായ കളിയിലേക്ക് തിരിക്കുന്നത് മുതൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും പറയുന്നു, ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു പോവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഡെയിലി കേട്ട് എൻ്റെ മൊബൈൽ പോലും ചിലപ്പോൾ നമ്മൾ ഓഫാക്കുകയാണ്. മിക്കവാറും സൈക്കോളജിസ്റ്റുകളുടെ അവസ്ഥ ഇതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് കേട്ട് അവസാനം നമ്മുടെ മനസ്സ് പോലും മരവിച്ചു പോകുമോ എന്ന അവസ്ഥയിൽ നിന്നുമാണ്. ചോനാരി കുടുംബത്തിലെ ഒരു കുട്ടിയും അങ്ങനെ ആകില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും പറയുന്നു, വ്യസനത്തോടു കൂടി പറയുന്നു, ഓരോ കുട്ടികളുടെയും ഗെയിം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ബിൽ അംവാലി വൽ ഔലാദ് എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അത് മനുഷ്യന്റെ ഹ്യൂമൻ സൈക്കോളജിയെ കുറിച്ചിട്ടാണ്. ആദ്യം കളി തുടങ്ങും, പിന്നെ വിനോദത്തിലേക്ക് കയറും, പിന്നെ ഭംഗിയിലേക്ക് കയറും, അത് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം പോര് നടിക്കും, പരസ്പരം പെരുമ നടിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മത്സരത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് ഓരോ ഏജിലുമുള്ള കാര്യമാണ്. ഇതാ ഇവിടെ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കാൻ, അവർക്ക് പൈസ ഉണ്ടാക്കണം എന്ന് വലിയ മോഹമൊന്നും ഉണ്ടാവില്ല. അവർക്ക് കളിക്കണം, പീപ്പിളി ഊതണം, ബലൂണ് പൊട്ടിക്കണം, ഇതാണ് അവരുടെ കളി. പക്ഷേ ഇവിടെ 12, 13, 14 വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ചിലപ്പോൾ അമ്മാന്റെ മൊബൈൽ വാങ്ങിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കളിയല്ല, അത് ലഇബല്ല, അത് ലഹുവാണ്. ലഹുവ് എന്ന് പറഞ്ഞാൽ വിനോദമാണ്, അമ്യൂസ്മെന്റ് ആണ്. ആ കളിയിൽ നിന്നും പിന്നെ അപ്പുറത്തേക്ക് കടന്ന് ഭംഗിയിലേക്ക് കടക്കും. ബ്ലൂട്ടാത്തയോണമൊക്കെ തേച്ചിട്ട് മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട്
വേറൊരു ലെവലിലൂടെ ബൈക്കും ഓടിച്ച് സ്റ്റൈലനായിട്ട് അവൻ നടക്കാൻ തുടങ്ങും. ലൈബുൻ വലഹുവുൻ വസീനത്തുൻ, ഭംഗി പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും. പിന്നെയോ വതഫാഖുറും ബൈനക്കും, ഏകദേശം ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എനിക്കതുണ്ട്, എനിക്കതുണ്ട്, എനിക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, എൻ്റെ മോൻ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെരുമ നടിക്കാൻ വേണ്ടി മനുഷ്യർ നടക്കും. പിന്നെയോ അവസാനത്തെ ഘട്ടം വതകാതുറും ബിൽ അംവാലി വൽ ഔലാദ്, സമ്പത്ത് അധികരിപ്പിച്ച് നിന്റെ അടുത്താണ് കൂടുതൽ സമ്പത്ത്, മലപ്പുറം ജില്ലയിൽ ഞാനാണ് ടോപ്പ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിലേക്ക് മനുഷ്യൻ പോകും. ഇത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഹ്യൂമൻ സൈക്കോളജിയുടെ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, കുറച്ച് സമ്പത്തൊക്കായി എല്ലാമായി വലിയ വീടൊക്കെ വെച്ച് അവസാനം എന്നേക്കുമായി അസ്തമിച്ചു പോകും. പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് വൃത്തിയായി കൊണ്ടുപോകേണ്ടത്? അതിൻ്റെ പരിഹാരങ്ങൾ, ചില നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എന്ത് വില കൊടുത്തും നമ്മുടെ മക്കളെ ദീനിലേക്ക് ആകർഷിപ്പിക്കണം. നമ്പർ 1 അതാണ്. എന്ത് വില കൊടുത്തും നിങ്ങൾ ബർത്ത്ഡേ പാർട്ടികൾ കഴിച്ച് വേറെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി, അതിലേക്ക് പോണോ പോണ്ടതൊക്കെ വേറെ ചർച്ചകളാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഇല്ലാത്തതിലേക്ക് പോയി അവസാനം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയോ? നമ്മൾ ആ എത്തി നിന്ന് അവസാനം കുട്ടികൾ ലൂസ് മൈൻഡഡായി മാറുന്നു. അഥവാ ഇത്രയൊക്കെ ഉള്ളൂ കാര്യമെന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ചില കുട്ടികൾക്ക് ഹാക്ക് ചെയ്തിട്ട്, വളരെ ശ്രദ്ധിക്കണേ, ഉമ്മൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടും ഉപ്പൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടും അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് കുട്ടിക്ക് പിന്നെ പരസ്യമായി രഹസ്യങ്ങൾ ചെയ്യാനുള്ള തോതിലേക്ക് എത്തുന്നു. ഞാൻ പറഞ്ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നല്ല, ഞാൻ ഒരു സൈക്കോളജിസ്റ്റായിട്ട് പറയണം. ഈ അടുത്തിടെയുള്ളൊരു പ്രവണതയാണ്. നിങ്ങൾ എന്തിനാ മൈക്കിലൂടെ പറഞ്ഞു എന്നുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മൻ്റെ ഫോൺ എടുക്കുന്നു, എന്നിട്ട് ഉമ്മയുടെ ഫോണിൽ മേ ബി ചിലപ്പോൾ ആർക്കെങ്കിലും ഒരു ഹായ് ഉണ്ടാകാം. ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അതൊക്കെ അവർ ഡിലീറ്റ് ആക്കിയിട്ടും ഉണ്ടാകാം. പക്ഷെ അതിനെ വീണ്ടും റിക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നു. നമ്മുടെ കുട്ടികൾ, നമ്മൾ 10 വർഷം മുമ്പേ വാട്സപ്പിൽ നിന്ന് എന്താണോ ഡിലീറ്റ് ചെയ്തത്, 13 വയസ്സുള്ള കുട്ടിക്ക് അത് റിക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവർക്ക് AI അറിയാം. അതുകൊണ്ട് വാപ്പയും ഉമ്മയും നല്ല രീതിയിൽ നടക്കുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. വാപ്പ രഹസ്യമായി എന്തെങ്കിലും മോശപ്രവൃത്തിയിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ കുട്ടികൾ അത് മൊബൈലിലൂടെ തിരിച്ചറിയും. അതുകൊണ്ട് വാപ്പയോടുള്ള അറ്റൻഷൻ എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും പറയാനല്ല, ഇതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി വാപ്പക്ക് ചാറ്റ് ചെയ്യുന്നു, വേറെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് എന്തൊക്കെയോ ഇയാൾ മറുപടിയും കൊടുക്കുന്നു. അപ്പൊ ഇവനൊരു പ്രണയമുണ്ട്. ഞാനൊരു കൗൺസിലിംഗിൽ മനസ്സിലാക്കിയതാണ്. അവരൊരു പ്രണയമുണ്ട്. ആ പ്രണയം ഉണ്ടായത് കൊണ്ട് ആ പ്രണയം വാപ്പ എതിർക്കുന്ന പ്രണയവുമാണ്. അപ്പൊ വാപ്പനെ ട്രാപ്പിലാക്കിയിട്ട് എന്താക്കണം എന്നറിയോ? വാപ്പയെ ട്രാപ്പിലാക്കിയിട്ട് എന്താക്കണം എന്നാണ് അവർക്ക് ഈ പ്രണയം നടപ്പിലാക്കണം. എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിങ്ങിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ എന്തിനാ അങ്ങനെ വാപ്പനോട് ചെയ്തത്? പറഞ്ഞു, വാപ്പൻ അങ്ങനെ ട്രാപ്പിലാക്കിയാലേ എനിക്കെൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റൂ. വാപ്പയെ ട്രാപ്പിലാക്കുന്ന മക്കളുടെ കാലം, ട്രാക്കിലാക്കുന്ന അവൻ പറഞ്ഞ വാക്കതാണ്, വാപ്പയെ ട്രാക്കിലാക്കുന്ന കാലമാണിത്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിലൂടെ കടന്നു പോകും. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, ഉമ്മമാരോട്, രഹസ്യമായ ഒരു കോഡും രഹസ്യമായ ഒരു ലോകവും നമ്മൾ സൃഷ്ടിക്കരുത്. അത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പച്ചവെള്ളം പോലെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതിനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കാം, പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു വെച്ചു പോകുന്നു, നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വെച്ചു പോകുന്നു. എത്രയോ കുട്ടികൾ ഉമ്മയുടെ ഉപ്പയുടെ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും വ്യതിചലനമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ പ്രാപ്തിയുള്ള AI ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികളുടെ കാലത്ത് വാപ്പക്ക് 5 കൊല്ലം മുമ്പ് എന്ത് രഹസ്യമുണ്ടായിരുന്നു എന്ന് ഈ 2025 ഇന്നത്തെ ദിവസം ഏപ്രിൽ 12-ാം തീയതി അവന് തിരിച്ചറിയും. 5 വർഷം മുമ്പ് നിങ്ങൾ ഡിലീറ്റ് ആക്കിയതിനെ ഇന്ന് കൊണ്ടുവരാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് രഹസ്യമായൊരു ജീവിതമില്ലാതിരിക്കുക, മോശമായൊരു ജീവിതമില്ലാതിരിക്കുക. ആ ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ഇതൊക്കെ നിങ്ങൾ എന്തിനു പറയുന്നു എന്ന ചോദ്യത്തിന് നമ്മളാരും ട്രാപ്പിൽ കുടുങ്ങാതിരിക്കാൻ എന്നതാണ് എൻ്റെ മറുപടി. രണ്ടാമത്തത്, നമ്മുടെ കുട്ടികളെ ദീനീപരമായി മാറ്റുക എന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. ആ ദീനീപരമായ കാര്യം എന്താണ്? ഇവിടെ 5ാം ക്ലാസ് 10ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും മദ്രസയിൽ നിന്ന്. അതിനുശേഷം നമ്മൾ അവർക്ക് എന്താണ് കൊടുത്തത്? 5ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികൾ, എന്നിട്ട് അവർ അഷ്ഹദത്തു സഫുൽ ഖാമിസ് എന്ന് പറയുന്ന ഒരൊറ്റ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടാകും. 5ാം ക്ലാസ്സിലെ സാക്ഷ്യപത്രം, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ, അല്ലെങ്കിൽ +2 സ്ഥാനവിയയുടെ. എന്നിട്ട് ആ കുട്ടി അതോടുകൂടി നിർത്തുന്നു. 5ാം ക്ലാസ് കഴിയാൻ തന്നെ ആ കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. മദ്രസ 10ാം ക്ലാസ്സിൽ തീരുന്നു. ആ കുട്ടി പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ അവനില്ല.
പള്ളികളിലും മദ്രസകളിലും ഒരുപാട് പരിപാടി നടക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലില്ല. പിന്നെന്താ സംഭവിക്കുക? അവനിങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലെ മദ്രസയിലെ ചില ഉസ്താദുമാരൊന്ന് അടിച്ചിട്ടുണ്ടാകാം, ഒന്നും ഉപദേശിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറത്തെ സ്വാതന്ത്ര്യപരമായ ലോകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവനെ പിന്നെ ഇതിനൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടും വളരെ സൗമ്യമായി നല്ല രീതിയിൽ മഹല്ല് പ്രവർത്തിക്കുന്ന കുടുംബത്തോട് ഞാൻ പറയാണ്, നമ്മുടെ കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ക്ലാസ്സുകൾ കൊടുക്കണം. ഇന്റലക്ച്വൽ ക്ലാസ്സുകൾ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? അഥവാ നന്നായിട്ട് +2-നും ഡിഗ്രിക്കും PG-ക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് IIT-യിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ദീനി കുട്ടികളുണ്ട്, അവിടെ റിസർച്ച് ക്ലാസ്സുകൾ കൊടുക്കണം. ഉസ്താദുമാർ കൂടെ ഉണ്ടാകട്ടെ. ഖുർആൻ അവർ വിശദീകരിക്കുമ്പോൾ ഖുർആന്റെ സയൻസിനെ കുറിച്ചിട്ട് IIT-യിൽ നിന്ന് PhD കഴിഞ്ഞവൻ വിശദീകരിക്കട്ടെ. ഇത് രണ്ടും എതിരല്ല, ഒന്നിച്ച് ആളുകളുടെ ഉള്ളിലേക്ക് കയറണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രണ്ടെണ്ണമില്ല. കാരണം നമ്മൾ പഠിക്കുന്നതെല്ലാം ഭൗതികമായാലും ആത്മീയമായാലും അതെല്ലാം അള്ളാഹുവിലേക്ക് ചേരേണ്ടതാണ്. അങ്ങനെ നമ്മൾ അതിനെ പഠിക്കാവൂ എന്ന്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആനികമായ ക്ലാസ് ഉള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. അത് ഏത് സംഘടനക്കാരായാലും അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മഹല്ലിൽ അഥവാ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് നടപ്പിലാക്കണം. ഉസ്താദുമാരിൽ പല ആൾക്കാരും ഫ്രീ ആണ്. അഥവാ 9:30-10 മണി കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റപ്പുകൾ ഉണ്ടാക്കാം. കുട്ടികൾക്ക് എപ്പോഴും ദീനീപരമായ ഒരു സർക്കിളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകൽ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കലാണ്. ആ അന്തരീക്ഷം ഏതാണ്? അതൊന്ന് ദീനിനെ ബേസ് ചെയ്ത അന്തരീക്ഷമായിരിക്കണം. ഉമ്മയോട് ഉപ്പയോട് നല്ല രസകരമായ ഒരു ബന്ധം അവനുണ്ടാകണം. നേരത്തെ പറഞ്ഞ മോശമായ ബന്ധമല്ല. അതിന് പകരം ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കണ്ട് പരസ്പരം അവരുടെ ഐക്യം കണ്ട് നമ്മുടെ കുട്ടികളും ആ ഐക്യത്തിലേക്ക് കടന്നു വരണം. ഇന്നത്തെ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? കാരണം വിശുദ്ധ ഖുർആനിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കാൻ പറയുന്നു. ആ പ്രണയം മവദ്ദത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം പ്രണയം എന്നാണ്, പരസ്പരം ഇഷ്ടമെന്നാണ്. വറഹ്മ എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ്. മവദ്ദത്തും വറഹ്മ എന്നാണ് നിക്കാഹിനെ കുറിച്ച് പറയുന്ന സമയത്ത്, കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. എന്താ മവദ്ദത്ത്? നമ്മുടെ കുടുംബത്തിൽ അത് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ഭർത്താക്കന്മാർ കടന്നു വരുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഭാര്യമാരുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത സലാം. എന്താ കുട്ടികളുടെ മുമ്പൊന്ന് ഉമ്മാക്ക് കൈയൊക്കെ കൊടുക്കാം, അതെങ്കിലും നടക്കുന്നുണ്ടോ? ഉപ്പ കയറി വരികയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഭാര്യയായ ഉമ്മക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തൂടെ? കൈ കൊടുക്കുക എന്ന ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് സെക്സ്. അതുമായി ബന്ധപ്പെട്ടതല്ലോ, ഒരു മനുഷ്യന്റെ ബന്ധത്തിന്റെ പേരിലല്ലേ. എപ്പോഴെങ്കിലും വാപ്പ കയറി വരുമ്പോ ഉമ്മ ഒന്ന് കൈയൊടുക്കുന്നുണ്ടോ? മക്കൾ കൈയൊടുക്കുന്നുണ്ടോ? ഈ പാവം ഏത് വ്യഥയിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? പക്ഷേ ഈ കടന്നു വരുന്ന വാപ്പക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ സ്ത്രീകളോട് പറയുന്നു, ഞാനൊരാണായതുകൊണ്ട് പറയല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്, ഒരുപാട് പ്രയാസമേറിയിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അത് ചിലപ്പോൾ 3000, 5000, 8000, 10000 ഒക്കെ സ്ക്വയർ ഫീറ്റായി മാറുന്നത് വേറെ കാര്യം. ആ സ്ക്വയർ ഫീറ്റ് വീട് പിന്നീടൊന്ന് എത്തി നോക്കുന്ന സമയത്ത് ഡേർട്ടിയായി കിടക്കുന്ന അവസ്ഥയിൽ എത്ര ആളുകളാണ് ചിലപ്പോൾ പിരിയലിന്റെ വക്കിൽ വരെ വരുന്നത്? ഈ കുടുംബത്തിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് അവൻ്റെ വീട് എന്ന് പറഞ്ഞത്. കാരണം അവൻ്റെ ഒരുപാട് കാലത്ത് അധ്വാനത്തിൻ്റെ ഫലമാണ് വീട്. കേവലം ഒരു വീടല്ല. നമുക്കൊരു പക്ഷേ അതൊരു കേവലം വീടായിട്ട് തോന്നും. ഈ വീടിൻ്റെ സ്വപ്നം, ഞാനൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞങ്ങൾ തിരൂരിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കാരത്തൂരിലുള്ളൊരു വീട് നോക്കുമായിരുന്നു. അവിടെ രസകരമായിട്ടൊരു ചെറിയ വീടുണ്ട്, നല്ല ഡിസൈനിലല്ലേ. അന്നെൻ്റെ മനസ്സിലുണ്ട് അങ്ങനത്തെ ഒരു വീട് വെക്കണം എന്നുള്ളത്. ഏത് വയസ്സിൽ? ഞാൻ പറഞ്ഞത് 13-14 വയസ്സിൻ്റെ കാര്യമാണ്. പുരുഷന്മാർക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ടാവും, ഒരു വീട് വെക്കണം, ആ വീട്ടിൽ എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി കഴിയണം. അത് ഒരു വർഷത്തെ പണിയല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പെയുള്ള സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ പരിണിത ഫലമായി ഒരു പറമ്പ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കിട്ടിയ പറമ്പിൽ ഒരു വീട് വെക്കുന്നു. ആ വീട് ഡേർട്ടിയായി കിടക്കുന്ന, ചള്ളി പിടിച്ച് കിടക്കുന്നത് പോലെ കിടക്കുന്ന അവൻ്റെ ഹൃദയത്തിന് ഇന്നലകളിലേക്കുള്ള സഞ്ചാരമായി മാറുന്നു. ഒരുപാട് നാളുകളിലേക്ക് പിന്നാമ്പുറത്തേക്ക് പോകുന്നു. അതിൽ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചില രീതിയിലാണ്. അപ്പൊ ഞങ്ങൾക്ക് സപ്പോർട്ടായി പറയാമെന്ന് വിചാരിക്കരുത്. ഹൈലി ഇന്റലക്ച്വലായ ആളുകൾ, സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഒരുപാട് ഇങ്ങനെ റിസർച്ച് ചെയ്ത് ടെക്കിയായി പോകുന്ന ആൾക്കാരുടെ റൂമുകൾ ചിലപ്പോൾ നല്ല ഡിസൈനായി കിടക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഡിസൈനിൽ കിടക്കൂല. കാരണം ചിലപ്പോൾ പുതപ്പ അവിടെ ഉണ്ടാവും, തലയണ അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. കാരണം ഇവൻ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുമായിരിക്കും. അങ്ങനെ കുറേ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ?
നല്ല ബുദ്ധിശക്തി ഉണ്ടാവും. പക്ഷെ അവൻ്റെ റൂമിൽ കണ്ട് ചെന്നാൽ ഇങ്ങനെ ഏതോ ഒരു ഹിരോഷിമയിൽ ബോംബ് പൊട്ടിയ മയിലുണ്ടാവും. എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. ചില കുട്ടികൾ അങ്ങനെയാണ്. കാരണം അവർ വിഷ്വൽ ആകണമെന്നില്ല. വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്കോളജി ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം സൈക്കോളജിയുടെ ഭാഷ പറഞ്ഞെങ്കിലും കുടുംബ ക്ലാസ് ആയിട്ട് എടുത്താൽ മതി. വിഷ്വൽ എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ല രസകരമായ കാഴ്ചകളിലൂടെ കടന്നു പോകും. അപ്പം നല്ലൊരു പ്രഭാഷണം നടത്തുമ്പോൾ അവൻ കാഴ്ചയിലൂടെ കടന്നു പോകണമെന്നാണ്. അപ്പം അവന് വാക്കുകൾക്ക് ഒരിക്കലും പതർച്ചയുണ്ടാകില്ല. വാക്കുകൾ തേടിയിട്ട് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ തെറ്റിപ്പോയെന്നിരിക്കാം. നേരെമറിച്ചിട്ട് രംഗങ്ങൾ കണ്ടുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വാക്കുകൾക്ക് പഞ്ഞമുണ്ടാകില്ല. കാരണം എന്താണെന്നറിയോ? അവൻ കാണുന്നത് രംഗങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു തആലയുടെ സഞ്ചാരങ്ങൾ പറയുമ്പോൾ, ആ സഞ്ചാരങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്ക് പ്രയാസമുണ്ടാകില്ല. അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക് റൂം എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പം ഉണ്ടാവും. അതിനനുസരിച്ച് അടുക്കി നമുക്ക് 3 മക്കളുണ്ടെങ്കിൽ ചിലർ കാണാൻ അടുക്കി വെക്കണം, ചിലർ കാണാൻ ആകെ ഡിസോർഡർ ആക്കണം. ചിലപ്പോൾ കാണാൻ പെൺകുട്ടികൾ ചിലപ്പം 12 മണിവരെ കിടന്നുറങ്ങണം. ഇതൊക്കെ ഒരു പ്രകൃതമാണ്. വെക്കേഷൻ ഒന്നും ആവണ്ട. സുബഹി തന്നെ നിസ്കരിക്കൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവൂല കേട്ടോ. 6:45 വാച്ചിക്ക് നോക്കലാണ്. സൂര്യന്മക്ക് നോക്കൂല, സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഡിസിപ്ലിൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം. ആ ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്ത് കൊണ്ടുവരരുത്. ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മമാരെ. എന്താ ഇമ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിച്ചെലുത്തിയിട്ട് എണീക്കട നിസ്കരിക്കട എന്ന് പറഞ്ഞ് അടിച്ച് അവൻ്റെ മേത്ത് പോയിട്ട് വെള്ളമൊഴിച്ച് അത് വെറുപ്പുണ്ടാക്കാനേ സാധ്യതയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് അവൻ്റെ ഉള്ളിൽ നിന്നത് ഉണ്ടാക്കാനുള്ള പണികളാണ്. ഉള്ളിൽ നിന്ന് നമുക്കുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിനെ വിളിക്കണം. ഒരു പക്ഷേ ചിലപ്പോൾ നല്ല ഉപദേശകരായ ഉസ്താദുമാരെ വിളിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെടുത്ത് കൊണ്ടുപോകാം. ആ ഒരു രീതിയിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം, രാവിലെ ഞാൻ എഴുന്നേൽക്കണം, സുബഹി നിസ്കരിക്കണമെന്ന്. രാവിലെ എനിക്ക് എഴുന്നേൽക്കണം, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നണം. ആ ഉള്ളിൽ നിന്ന് തോന്നുമ്പോഴാണ് അവിടെ എവിടെയെങ്കിലും എത്തുക. അല്ലാതെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് കുത്തിച്ചെലുത്തിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു ഹാബിറ്റ് വരും, വളരെ ശ്രദ്ധിച്ചോളൂ. ഇപ്പം ഡൈവേഴ്സിൻ്റെ അഥവാ കുട്ടികളെ ഒഴിവാക്കുന്നതിൻ്റെ എണ്ണം വളരെ കൂടി വരികയാണ്. അതിൽ ഒരു റീസൺ എന്താണെന്നറിയോ? ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് എന്നാൽ നിങ്ങൾ മോശമായിട്ട് മെസ്സേജ് അയച്ചിട്ടൊന്നുമല്ല. നേരം വെളുത്ത് എണീക്കൂല കുട്ടികൾ, വസ്ത്രം നല്ല പോലെ കഴുകൂല കുട്ടികൾ, കുളിക്കാൻ പറഞ്ഞ് കണ്ട് കയറിക്കഴിഞ്ഞാൽ തല പോലും നനക്കാതെ കണ്ട് ഇറങ്ങുന്ന കുട്ടികൾ. ഇതിങ്ങനെ 10,000-കണക്കിന് കുട്ടികൾ ഏറി വരുന്നു എന്നാണ് ഒരു ഡിസോർഡർ ഈസ് മൈ ഓർഡർ എന്നതാണ്. ആ ഓർഡർ ഇല്ലാതെ നടക്കലാണ് എൻ്റെ ഓർഡർ. അതാണ് പെൺകുട്ടികളുടെ അവസ്ഥ. ഈ അവസ്ഥ കണ്ട് അവരെ ഒഴിവാക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഒരു കുട്ടിയാകുമ്പോൾ ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഡിസിപ്ലിൻ വേണ്ടേ? ഇതൊരു ഗൗരവത്തിൽ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പോലെയുള്ളവരോട് ഞാൻ പറയാം. കാരണം സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോണത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ കുട്ടികളുടെ ഡിസോർഡർ ഉണ്ടല്ലോ, അതവരുടെ ജീവിതത്തെ തകർക്കുന്നു. കാരണം ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രാവിലെ 8 മണി 9 മണി വരെ കിടന്നുറങ്ങുന്നവരെ കുട്ടിയെ കണ്ട് അവസാനം അത് തീരുമാനിക്കാൻ വേണ്ടി മഹലിലേക്ക് വരുന്നു. അങ്ങനത്തെ കുട്ടികളെ ഒരാൾക്കും ഇഷ്ടമല്ല. ഭക്ഷണം വീട്ടിലുണ്ടാക്കി ശീലല്ലേ പെൺകുട്ടികൾ? ഭക്ഷണം വീട്ടിൽ, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഭക്ഷണം ഏതാണെന്നറിയോ? ഞാനിത് ആ മൈക്കിലൂടെ പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് അവൾ കേൾക്കൂല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഉറക്കെ പറയാൻ പറ്റും, ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എൻ്റെ ഭാര്യ ഉണ്ടാക്കി തരും. അതെല്ലാ ആണുങ്ങളുടെ അവസ്ഥ തന്നെയാണ്. എല്ലാ ആണുങ്ങളുടെ അവസ്ഥ അതാണ്. ഇത് നമുക്കൊരു ചായ കാച്ചാൻ അറിയില്ല. ഭർത്താവ് പറയാണ് ഒരു ചായ എടുക്കുമെന്ന്. ഭർത്താവും ഭാര്യയും കൂടിയൊക്കെ കാച്ചാം, പക്ഷേ ഇവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു കുടുംബമാണ് ഈ പറയുന്ന മനോരമ ഫാമിലി. അതിലെ പ്രധാനപ്പെട്ട പെണ്ണിൻ്റെ ജോലി എന്താ? പാചകമാണ്. എന്നിട്ട് അത് ക്ലാസ് ഇടലാണ്. അപ്പൊ ഇത് നമുക്ക് പറ്റാത്തൊരു പണി. ഇതൊക്കെ വേലക്കാരികൾ ചെയ്യണമെന്ന് വിചാരിക്കണ്ട. നമ്മൾ ഉണ്ടാക്കണം. ആണുണ്ടാക്കണം, പെണ്ണുണ്ടാക്കണം. രസകരമായിട്ട് ഫുഡ് മേക്കിംഗ് അതൊരു കൾച്ചറാക്കിയിട്ട് മാറ്റണം. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ശീലിക്കേണ്ടതാണ്. ആ അച്ചടക്കത്തിലേക്കില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ദയവ് ചെയ്തിട്ട് എന്നെ എതിർക്കാൻ നിങ്ങൾ നിൽക്കരുത്. നമ്മുടെ നാട്ടിലെ ഡൈവോഴ്സിന്റെ എണ്ണം കൂടിയവർ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഡൈവോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതം ഉണ്ടാക്കണം. അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാക്കണം. ആ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ സ്നേഹപൂർവമായ ഒരു ഉമ്മയുണ്ടാകണം. ഉമ്മമാരാണ് ഇതിൻ്റെയൊക്കെ ആധിപത്യം. ഉമ്മമാരാണ് ഇങ്ങോട്ടും കൊണ്ടുപോവുക. നിങ്ങളൊന്ന് നോക്കിയാട്ടെ, ഒരു ഉമ്മ വളർത്തിയതിൻ്റെ പേരിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് എത്തി നോക്കിയത് വല്ലപ്പോഴും ഒക്കെയാണ്. കൊണ്ടുപോയിട്ടല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ എന്നിട്ടും ഇഫ് അൽ മാ തുഅ്മർ, നിങ്ങൾ കൽപ്പിക്കുന്നത് പോലെ, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തോളൂ, ഞാനൊരു ക്ഷമയുള്ളവനായി നിങ്ങൾക്ക് കാണാമെന്ന് തൻ്റെ കഴുത്തറുക്കാൻ നേരത്തെ പോലെ, നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്.
ആ സമയത്ത് പോലും നിന്നുകൊടുത്തത് ഹാജറ ബീവി എന്ന് പറയുന്ന ഒരു പാവം സ്ത്രീ കരഞ്ഞുകൊണ്ട് കുട്ടിയെ വളർത്തിയതിൻ്റെ പരിണിത ഫലമാണ്. നേരെ മറിച്ചിട്ട് ഒരു പിതാവിൻ്റെ മകൻ ജസ്റ്റ് ഒന്ന് തെറിച്ചു പോകുന്നതും ഖുർആനിലുണ്ട്. 950ഓളം വർഷം പ്രബോധനം ചെയ്തിട്ടും തൻ്റെ മകനെ ഭാര്യ നിയന്ത്രിച്ചത് കൊണ്ട് ആ മകൻ നിങ്ങളിൽപ്പെട്ടവനല്ല നൂഹേ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുമുണ്ട്. എൻ്റെ മകനെ എൻ്റെ കൂടെ എൻ്റെ കൂടെ മോനെ കേറിക്കോ കപ്പലിലേക്ക് എന്ന് പറയുമ്പോൾ സാവി ഞാൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോളാം എന്ന് പറയുന്ന സമയത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എൻ്റെ മകൻ എൻ്റെ കൂട്ടത്തിൽ തായെന്ന്. ആ സമയത്ത് അല്ലാഹ് പറയുന്ന ഒരു രംഗമുണ്ട് വിശുദ്ധ ഖുർആന്റെ തഫ്സീറിൽ, വിശുദ്ധ ഖുർആന്റെ ആയത്തായി, വിട്ടേക്ക് നൂഹേ, അവൻ നിങ്ങളിൽപ്പെട്ടവനല്ല, നിങ്ങളുടെ സന്തത സഹചാരിയോ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമോ അല്ല, വിട്ടേക്ക് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? സ്വന്തം ഉമ്മയുണ്ടല്ലോ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യയെ കുറിച്ച് ഇമ്രഅത്ത് നൂഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന, ഇമ്രഅത്ത് ഫിർഔൻ, ഇമ്രഅത്ത് നൂഹ് രണ്ടുപേരെയും കുറിച്ച് പറയുന്ന, ഇമ്രഅത്ത് ലൂത്തിനെയും കുറിച്ച് പറയുന്നുണ്ട്. ആ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യ വേണ്ട രീതിയിൽ അള്ളാഹുവിനെ അനുസരിക്കാത്തതായതുകൊണ്ട് മകന് ഇങ്ങനെയായിപ്പോയി എന്നതാണ്. ഞാൻ ഈ ഉദാഹരണം പറയുന്നത് ഇപ്പം ആ ക്ലാസ് എടുക്കാനല്ല. ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ടത് നമ്മുടെ ടോട്ടൽ കുടുംബത്തിന്റെ ഡിസിപ്ലിൻ നിങ്ങളുടെ കരങ്ങളിലാണ്, നിങ്ങളുടെ മാത്രം കരങ്ങളിലാണ്. എന്താ ആണുങ്ങൾക്ക് എന്താ പണി എന്ന് നിങ്ങൾ ചോദിക്കും. ഒരു വീടിന്റെ ഡിസൈനർ അത് ഉമ്മയാണ്. ഉമ്മമാരെ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നടക്കൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു മകനെ പറഞ്ഞയക്കുകയാണ് ബ്രിട്ടനിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? മോനെ, നീ പഠിച്ചുയർന്നിട്ട് വലിയ ആളായി പൈസ കൊണ്ടുവന്നിട്ട് എനിക്ക് തിന്നണമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരണം. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിന്റെ കരങ്ങളിലൂടെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്ന മോനെ എന്ന് യത്തീമായ മകനെ ലണ്ടനിലേക്ക് അയക്കുന്ന സമയത്ത് ഒരു ഉമ്മ കണ്ട സ്വപ്നമാണ്. ആ ഉമ്മക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ അങ്ങനെയാണ് കടന്നു പോകുന്നത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ തഹജ്ജുദ് ഒഴിവാക്കാത്ത ഒരാളായിരുന്നു എന്ന് കൂടെ നടന്നിരുന്ന ഖമറുദ്ദീൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് വന്നിട്ട് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി 80 രാജ്യം ഭരിക്കുന്ന ജോർജിന്റെ നേരെ നോക്കിയിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത്, മൈ ബിലവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് സെഡ് ദാറ്റ്, എന്റെ സ്നേഹവാചനമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പ്രവാചകന്റെ എതിരാളിയായതുകൊണ്ട് പറഞ്ഞു, ഇരിക്കവിടെ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, ഒരിക്കലും പറയരുത് ഈ പേര് ഇവിടെ എന്നാണ് അന്ന് ജോർജ് പറഞ്ഞു. അന്ന് ജോർജ് 80 രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ആ സമയത്ത് തന്റെ മേശയിൽ അടിച്ചുകൊണ്ട് എഴുന്നേറ്റൊരു മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ട്. Mr. George, if you ask about my nation, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I'm an Indian, I'm an Indian, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ മതത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ്. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ എം ആൻ ഇന്ത്യൻ. പ്രൗഡ്ലി ഐ ക്യാൻ സേ ഐ എം ആൻ ഇന്ത്യൻ. അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഈ വാക്കിന് ആ മനുഷ്യനെ ഉപയുക്തമാക്കിയത് ഒരു മാതാവാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്. ചെറുപ്പത്തിലെ ഖുർആൻ ഹാഫിളാക്കി, അദ്ദേഹത്തിനെ പിന്നെ ദർസ് പഠിപ്പിച്ചു. അങ്ങനെ മൗലാന മുഹമ്മദ് അലി ജൗഹറായി. എന്നിട്ടാണ് ലോകത്തിലെ അന്നത്തെ ഏറ്റവും ടോപ്പ് ക്യാമ്പസായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തെ പഠിക്കാൻ വേണ്ടി വിടുന്നത്. ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പോയി പഠിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നിങ്ങൾ ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയർ ആക്കിക്കോ, മേ ബി കളക്ടർ ആക്കിക്കോ, സയന്റിസ്റ്റ് ആക്കിക്കോ, ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് മനുഷ്യനാക്കിക്കോ. പക്ഷേ അത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം. എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടായിരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മതസൗഹാർദ്ദമല്ല. മതസൗഹാർദ്ദം സംസാരിക്കാനേ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്നറിയോ? മതസൗഹാർദ്ദം സംസാരിക്കേണ്ടതല്ല, അത് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ ഓരോ മനുഷ്യരും ഒന്നിച്ച് ജീവിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം അയൽവാസികളൊക്കെ ഹൈന്ദവരും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒന്നിച്ചേ കഴിഞ്ഞിട്ടുള്ളൂ. മലപ്പുറം ജില്ലയും കേരളം എന്നും അങ്ങനെ പോയിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ ജീവിക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു ക്ലീശയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമുക്ക് വേണ്ടേ? നമ്മുടെ വിശ്വാസ പ്രമാണം കൊണ്ട് നമ്മൾ പോകുന്നു. പാവപ്പെട്ട ഹൈന്ദവർ അവരുടേതായ രീതിയിൽ പോകുന്നു. ചില രാഷ്ട്രീയക്കാർ അതിൻ്റെ ഉള്ളിൽ കളിച്ചിട്ട് പലരെയും തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ആ ലോകത്തേക്ക് പോവല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ കുടുംബത്തോട് ഒരു സ്നേഹാർദ്രമായൊരു ഭാവം നമ്മുടെ വീട്ടിലുണ്ടാക്കുക. അതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയാം? ശ്രദ്ധിക്കണേ, അതുണ്ടാക്കൽ എങ്ങനെയെന്നറിയാം. ഒന്ന്, ഉമ്മ കുറച്ച് കാഴ്ചപ്പാടുള്ള ഒരാളായിരിക്കണം.
കാഴ്ചയല്ല കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് ഹൃദയത്തിൻ്റെതാണ്, കാഴ്ച കണ്ണിൻ്റെതാണ്. കാഴ്ചപ്പാട് കാഴ്ചയായിട്ട് വരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ചു, അപ്പം അവനെ പിടിച്ച് തച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി, അത് കാഴ്ചയുള്ള ഉമ്മയുടെ പ്രശ്നമാണ്. കാഴ്ചപ്പാടുള്ള ഉമ്മ അവൻ്റെ ഏജ് ഒന്ന് നോക്കും, അവൻ്റെ ഏജ് നോക്കുക, അവന് 6 വയസ്സല്ലായിട്ടുള്ള പാവാണ്, എന്നിട്ട് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കും. അത് കാഴ്ചപ്പാടുള്ള ഉമ്മയാണ്. കാഴ്ചയുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ അവൻ കുസൃതി കാണിച്ചു, അടിച്ചു, അതാണ് കാഴ്ചയുള്ള ആൾ. കാഴ്ചയല്ല കാഴ്ചപ്പാട്. ഓരോ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആദ്യം ഉണ്ടാവേണ്ടത് കാഴ്ചപ്പാടാണ്. ഏതെങ്കിലും ഒരു കുട്ടി ചെറുതായൊന്ന് മുടി വെട്ടിയപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വലുതായിപ്പോയി എന്ന് വെക്കുക, അതിന് വേണമെങ്കിൽ എനിക്ക് പൊതിരെ തല്ലാം, അത് കാഴ്ചയാണ്. നിങ്ങളത് കാഴ്ച കണ്ടതുകൊണ്ടാണ്. പക്ഷെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റുമായിരിക്കും. നല്ല രീതിയിൽ അവനെ ഉപദേശിച്ചിട്ട് മാറ്റലാണ് കാഴ്ചപ്പാട്. ഭർത്താവ് എന്തെങ്കിലും ടെൻഷൻ അടിച്ച് വന്നിട്ട് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഒച്ച വെക്കുമ്പോഴേക്ക് അത് കാഴ്ചയായി കണ്ട ആൾക്ക് കാഴ്ചക്കെതിരെ പറയാൻ പറ്റും. പക്ഷെ കാഴ്ചപ്പാടായി കാണുന്ന ആൾക്കാർക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ നിങ്ങൾ? എൻ്റെ ഭർത്താവിന് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ സംസാരിക്കാൻ പറ്റൂല, അത് പിന്നെയാണ് സംസാരിക്കേണ്ടത് എന്നതാണ് കാഴ്ചപ്പാട്. ഒരു ഭാര്യ നമ്മളോട് സങ്കടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു, അപ്പം തന്നെ സ്പോട്ട് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അടിക്കാനോ ചീത്ത പറയാനോ പോയാൽ അത് കാഴ്ചയാണ്, ഒരിക്കലും കാഴ്ചപ്പാടല്ല. എൻ്റെ ഭാര്യ അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അതുകൊണ്ട് അവളൊന്ന് കേൾക്കട്ടെ, അവളൊരു പാവാണ് എന്ന് പറഞ്ഞിട്ട് അവളെ അരികത്ത് ചേർത്തിട്ട് കേൾക്കൽ, അത് കാഴ്ചപ്പാടാണ്. നമുക്ക് കാഴ്ചയല്ല വേണ്ടത്, അതിനേക്കാൾ അപ്പുറത്തുള്ള കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാട് ഒരുപാട് വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടി വരും, കാഴ്ച ആ സ്പോട്ടിൽ തന്നെ തീർക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഞാനടക്കമുള്ള ആൾക്കാരോട് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഒരു കാഴ്ചപ്പാടാണ്. എന്നിട്ട് നമുക്ക് 4 മക്കളുണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ 3, 4, 5 എത്രയാണെന്ന് വെക്കുക. ഓരോ കുട്ടികളെയും നമ്മൾ ഡിസൈൻ ചെയ്തു വെക്കണം. ഇവൻ ഇന്ന രീതിയിൽ പോകണം, ഇവൻ ഇന്ന രീതിയിൽ പോകണം. അതിന് അവനോടും കൂടി ചോദിക്കണം. അല്ലാതെ ഒരു കുട്ടിനാണ് തള്ളി പറഞ്ഞേക്കലല്ല, ഉന്തി പറഞ്ഞേക്കാൻ പാടില്ല. അവനോടും കൂടി ചോദിക്കണം, മോനെ നിനക്ക് എന്താ ഇഷ്ടം, നിനക്ക് ആരാകാനാ ഇഷ്ടം. ആരായാലും ശരി അവൻ ദീനിയാകണമെന്നേ ഉള്ളൂ. അവൻ ചിലപ്പോൾ ഹാഫിദാകാൻ പറ്റിയില്ലെന്ന് വരാം, അല്ലെങ്കിൽ ആലിമാകാൻ പറ്റിയില്ലെന്ന് വരാം, പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് മുഫ്തിയാകാൻ പറ്റിയില്ലെന്ന് വരാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമ്മൾ ആകേണ്ടത് തന്നെയാണ്. നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ വേണം. അതല്ല അവന് ഡോക്ടറാവലാണ്. ആ ഡോക്ടറാവുക എന്നതാണെങ്കിൽ അവൻ നല്ലൊരു ദീനിയായ ഡോക്ടറാവട്ടെ. ദീന് പൂർണ്ണമാകണമെങ്കിൽ ഒന്ന് നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും വേണം, മറ്റൊന്ന് എല്ലാവരെയും സ്നേഹിക്കാനുള്ളതും വേണം. നിങ്ങൾ ഫുത്തുഹുൽ ഗൈബ്, ഫതഹുർ റബ്ബാനി, ഉന്നത്തു താലിബീൻ 3 ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ പൊതുജനങ്ങളോടല്ല പറഞ്ഞത്, ഇവിടെ ഉള്ള ഉസ്താദുമാരോട്. മാഷാ അല്ലാഹ് അവരത് ഊതിയിട്ടുണ്ടാവും. അത് പഠിക്കാത്തവരത് പഠിക്കണമെന്ന് ഞാൻ പറയാം. ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹിയുടെ കിതാബാണ് പറഞ്ഞത്. ഫുത്തുഹുൽ ഗൈബ്, ഫതഹുർ റബ്ബാനി, ഉന്നത്തു താലിബീൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 3 വർഷം വെച്ചിട്ട് ഞാനത് കുറേശ്ശെ പഠിച്ച് തീർത്തിട്ടുണ്ട്. തീർത്തെന്ന് പറയാൻ പറ്റൂല, കാരണം അത് വേറൊരു ലോകമാണ്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇർഷാദിൻ്റെ മർത്തബയെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനൊരു വലിയ വിശ്വാസത്തിൻ്റെ അങ്ങേ തലയിലേക്ക് എത്താൻ, അള്ളാഹുവോട് പ്രിയപ്പെട്ടവനാകാൻ എല്ലാവരെയും ഒരേപോലെ കാണാത്ത മനസ്സിന് കഴിയില്ല എന്നതിൽ പറയുന്നുണ്ട്. ഞാൻ ഗ്രന്ഥത്തിൻ്റെ പേര് പറഞ്ഞു, ഫുത്തുഹുൽ ഗൈബ്, ഫതഹുർ റബ്ബാനി, ഉന്നത്തു താലിബീൻ. അതുകൊണ്ട് നമുക്ക് വിശാലമായൊരു കാഴ്ചപ്പാട് വേണം. നമ്മുടെ രാഷ്ട്രീയത്തിലല്ല എന്നതുകൊണ്ട് ഒരിക്കലും അവനെ എതിർക്കാൻ നിൽക്കരുത്. ഐഡിയോളജിക്കലി വേണമെങ്കിൽ എതിർക്കാം, പക്ഷേ ഒരിക്കലും വ്യക്തിഹത്യ ചെയ്യരുത്. നമ്മുടെ പ്രസ്ഥാനത്തിലല്ല എന്നതുകൊണ്ട് ദയവേത് അവനെ ചീത്ത വിളിക്കാൻ നിൽക്കരുത്. അവൻ്റെ ബോധ്യം അവനെ കൊണ്ടുപോകുന്നു, നമ്മുടെ ബോധ്യം നമ്മളെ കൊണ്ടുപോകുന്നു. ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടതിലേ ഉണ്ടാവുള്ളൂ. ബോധ്യമില്ലാതെ ഇതിലൊന്നും പോയി നിൽക്കൂലല്ലോ. ഒരാൾ ചിലപ്പോൾ മാർക്സിസമാണ് അവൻ്റെ ബോധ്യമെങ്കിൽ ചിലപ്പോൾ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ കോൺഗ്രസ് ആണ് അവൻ്റെ ബോധ്യമെങ്കിൽ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗാണ് അവൻ്റെ ബോധ്യമെങ്കിൽ അതിലായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത്. എന്തിനാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോധ്യമില്ലാത്ത ഒന്നിലേക്ക് വലിച്ചെടുക്കാൻ നോക്കുന്നത്? അവനെ ബോധ്യപ്പെടുത്താൻ നോക്കണം. ബോധ്യപ്പെട്ടിട്ട് മാറിയില്ലെങ്കിൽ മാത്രമാണ് ഈ ഒരു ചെറിയ രീതിയിൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് വരിക. അവൻ ക്ലെവർലി മോശമായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റണം. അതല്ലാതെ ഏതെങ്കിലും ഒന്നിലായി എന്നതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് കുടുംബത്തിൽ ആ ഒരു എതിർപ്പുണ്ടാകരുത്. ചിലപ്പം അവന് കോൺഗ്രസ്സിലാകാം, ചിലപ്പോൾ ലീഗിലാകാം, ചിലപ്പോൾ മാർക്സിസത്തിലാകാം. പിന്നെ വളരെ മോശമായ വർഗീയപരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് വേറെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടാകണം. അതിന് ആദ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധം, ആ ഒരു സ്നേഹം നമ്മുടെ കുട്ടികൾ കാണണം. ആ കുട്ടികൾ കാണണം. അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത്. അടുക്കളയിൽ നിങ്ങൾക്കൊരു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയത് അടുക്കളയിൽ ഒരു ചെറിയ മേശ, എന്നിട്ട് എല്ലാവർക്കും ചോറ് വിളമ്പിയതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊരു തിന്നലാണ്. ഇതെവിടുന്ന് കിട്ടി കൾച്ചർ? നമ്മുടെ വീട്ടിലെല്ലാവരും ഉമ്മയും ഇപ്പം മക്കളും എല്ലാം ഉണ്ടാവുക. പിന്നെ കൂട്ടുകുടുംബമാകുമ്പോൾ പലരും കൂടി ഉണ്ടെങ്കിൽ അതിന് ചില റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്.
ഞാൻ പറഞ്ഞത് ഉമ്മയും ഉപ്പയും മക്കളും കൂടി കഴിക്കട്ടെ. ആ സമയത്ത് മകൻ്റെ വായിലേക്ക് ഒന്ന് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക, മകൻ ഉപ്പക്ക് അതേമാതിരി തന്നെ വെച്ചു കൊടുക്കുക, ഉമ്മ ഉപ്പക്ക് ഉപ്പ ഉമ്മക്ക്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്. ഞാൻ പറയുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരു കുടുംബം, പിന്നെ ഞാൻ പറയാണ്, ഇതൊരു ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ നമ്മൾ. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ചിക്കൻ്റെ ഒരു കാലം, അത് വലിയ പൂതിയൊന്നും ഇല്ല ഇപ്പോൾ ആൾക്കാർക്ക്. പണ്ടേനൊക്കെ ആഗ്രഹം അതുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അവനപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അതെങ്ങനെ കറങ്ങി വരണം. ആ കറങ്ങി വരലിൽ എന്താ ഭാവിയിൽ ഉണ്ടാകുക എന്നറിയോ? ഇങ്ങനെ ചെയ്ത് ശീലമുള്ള ഒരു കുട്ടി എന്തെങ്കിലും പറമ്പ് വീതിക്കുന്ന സമയത്ത്, എടാ നിനക്ക് 2-3 പെൺകുട്ടികളല്ലേ, ഈ അത് എടുത്തോന്ന് പറയും. എടുത്തോന്ന് അങ്ങോട്ട് പറയും. കാരണം ഇവൻ കൊടുത്ത് ശീലമുള്ള ആളാണ്, വാങ്ങി മാത്രം ശീലമുള്ള ആളല്ല. ഇന്ന് കുട്ടികളെ കഥ എന്താ? ചിക്കൻ പൊരിച്ചതുകൊണ്ട് കൊണ്ടെന്ന് വെച്ചാൽ 5-8 കഷ്ണം അവൻ്റെ മുമ്പ് കണ്ടെടുത്ത്. ചോനാരി കുടുംബത്തിലുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ. ഓരോ കുട്ടിയുടെ കൾച്ചർ കണ്ടാലറിയാം. അവനതിലെല്ലാം നല്ല കഷ്ണം പൊരിക്കാണ്ടാണ് അവൻ്റെ ഇത് കണ്ടു വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അധികാരി ഞാനാണ്, ആരും ഇതിൽ തുടരുത്. ഈ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കുട്ടികൾ പോകരുത്. പകരം പരസ്പരം എല്ലാവരും കൂടി ഒന്നിച്ച്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മയൊക്കെ, ഞാൻ എൻ്റെ ഉമ്മനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് നിങ്ങൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് പറയാട്ടോ. ഉമ്മ മരിച്ചുപോയി പാവം. എനിക്കും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പെങ്ങൾക്കും പിന്നെ എൻ്റെ ചെറിയൊരു അനിയനുണ്ട്, ഞങ്ങൾക്ക് 4 ആൾക്ക് ഒരു പ്ലേറ്റ് നിന്നായിരുന്നു വാരി തന്നിരുന്നത്. എൻ്റെ അയൽവാസികൾക്ക്, ചിലപ്പോൾ അയൽവാസികളൊക്കെ ഭാവിയിൽ കേൾക്കും, അവർക്കൊക്കെ അന്നത് അതിശയായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴും എൻ്റെ ഉമ്മ എനിക്ക് വാരി തന്നിട്ടുണ്ട്, 15ാമത്തെ വയസ്സിലും. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ അപ്പോൾ 18 വയസ്സാണ്, എൻ്റെ പെങ്ങൾക്ക് എന്നെ 2 വയസ്സിന് താഴെയാണ്. എൻ്റെ അനിയൻ ഞാനും തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു. ആ കൾച്ചറൊക്കെ ഒന്ന് എവിടെ പോയി? പഴയ ഉമ്മാമ്മമാരുടെ മുന്നിലിരിക്കുന്ന ആദരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇത്? അന്നത്തെ ചിരട്ടയിൽ രസകരമായി ചായ ഉണ്ടാക്കി കൊടുത്തത് ഇല്ലേ? ചിരട്ടയിലൊരു ചായ ഉണ്ടായിരുന്നു. പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. അരിമണി വറുത്തതും ചായയും പ്ലാവിൻ്റെ ഇലടും അങ്ങനത്തെ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അയൽവാസികളായ എല്ലാവരും വരും. പൈസ കിട്ടാനൊന്നുമല്ല, അരി ചേറാൻ വരും. അന്ന് അരി ചേർന്ന പരിപാടിയുണ്ട്, കുന്താണിയിലിട്ട് ഇടിക്കണ പരിപാടിയുണ്ട്, ഉരലിൽ കൊണ്ടുപോയിട്ട് ഇടിക്കണ പരിപാടിയുണ്ട്. ഇതൊക്കെ അയൽവാസികളെ വന്നിട്ട് ചെയ്യുക. എന്നിട്ട് ആ അയൽവാസിയിൽ നിന്ന് 10 പ്ലേറ്റ്, ഈ അയൽവാസിയിൽ നിന്ന് 10 പ്ലേറ്റ് ഒക്കെ തക്ക. അതിൻ്റെ പിന്നിൽ ഓരോ കുത്തി 2 കുട്ടി PK KP എന്നൊക്കെ എഴുതും, കാരണം അവിടുത്തെ പ്ലേറ്റാണെന്ന് അറിയാൻ. എല്ലാവരുടെ പ്ലേറ്റും കൊണ്ടുവന്നിട്ട് അന്ന് കഴിക്കുക. കസേരകൾ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം അന്ന് കൊട്ടക്കസാല എന്ന് പറഞ്ഞ കസാര ഉണ്ട്, അതിന് മുമ്പ് ഒരു ഇരുമ്പ് കസാല ഉണ്ടായിരുന്നു. ആ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എത്ര വയസ്സായി ഇയാൾക്ക്? ഇതൊന്നും അധിക കാലമൊന്നും ആയിട്ടില്ല, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ സംഭവങ്ങളാണ്. അവിടെ നിന്നൊക്കെ കസേരകൾ കൊണ്ടുവരും. ഒരു വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് കസേര എന്ന് പറഞ്ഞാൽ 10-50 വീട്ടിൽ. ഈ വാടക കൊടുക്കലൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അതിൻ്റെ കൂടെ അപ്പുറത്തേക്ക് അന്നാണ്ട് പോയ പന്തലുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന പന്തൽ, ആ ഓലകളുണ്ടല്ലോ, ഓലപ്പന്തൽ, അത് ഒരുപാട് വീട്ടിൽ നിന്ന് പെറുക്കി കൊടുക്കുന്നതാണ്. അതിൻ്റെ കഴുങ്ങുണ്ടല്ലോ, ആ കഴുങ്ങ് ഒരുപാട് വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നതാണ്. എടാ മോളെ കല്യാണം നടക്കല്ലേ, ഈ 4 കഴുങ്ങ് വെട്ടിക്കോ. അന്ന് കഴുങ്ങില്ലാത്ത ആളുകൾ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അയാളുടെ ആദായമാണ് സത്യത്തിൽ ആ കഴുങ്ങ്. അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. അയാളുടെ ആദായമാണ് ആ കഴുങ്ങ്. എന്നിട്ടും അയൽവാസിയുടെ വീട്ടിലെ പിന്നെ കല്യാണം നടക്കുമ്പോൾ വെട്ടിക്കട കഴുങ്ങ് എന്ന് ധൈര്യപൂർവ്വം പറയുന്ന അയൽവാസികളുണ്ടായിരുന്നു. ഇന്ന് സ്വന്തം അയൽവാസിയുടെ വീട്ടിലേക്ക് കല്യാണത്തിന് പോകൽ എങ്ങനെയെന്നറിയ നിങ്ങൾ? അയൽവാസിയാണെങ്കിൽ 3 ഡ്രസ്സ് നമ്മൾ എടുക്കും, കുടുംബത്തിക്കാണെങ്കിൽ 5 എടുക്കും. എന്നിട്ട് എന്താ പരിപാടി? എപ്പോഴും ഇങ്ങനെ മാറണം. മറ്റേ ശ്രീനിവാസൻ ഏതോ ഇതിൽ പറഞ്ഞവര്, ഞാൻ സിനിമ ഹാളിലല്ല കേട്ടോ, പറയണം, ഒരു ടിപ്പ് പറയാണ്, എൻ്റെ കണ്ണട എൻ്റെ മുഖം, എൻ്റെ മുഖം എൻ്റെ കണ്ണട. ഈ രീതിയിലാണ് പെണ്ണുങ്ങൾ നടക്കുക. ഞാൻ ഈ അടുത്തിടെ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു. എൻ്റെ ഒരു കുടുംബാംഗത്തിലൊരു കല്യാണം എന്ന് വിചാരിച്ചോ. ചുരുക്കി പറഞ്ഞാൽ 2 വീട്ടുകാരും വന്നപ്പോൾ ഒരു വീട്ടുകാരും ഇല്ല അവിടെ. എല്ലാവരും ഡ്രസ്സ് മാറ്റാൻ പോയിക്കുക. ഈ കെട്ടുന്ന ആൾക്കാർ വരുമല്ലോ കണ്ട്. ആ സമയത്ത് ഇവിടെ ആരുമില്ല, കാരണം അവരവിടെ പോയി വന്നു പറഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ പോയതാണ്. കുട്ടികൾക്ക് ആകെ ലക്ഷ്യം എന്താണെന്ന് പറയാം, മേക്കപ്പ് ഇടുക, ഫോട്ടോ എടുക്കുക. കല്യാണം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇടുക, ഫോട്ടോ എടുക്കുക, മേക്കപ്പ് ഇടുക, ഫോട്ടോ എടുക്കുക. പണ്ട് ഈ റോളായിരുന്നു. ആ റോളായതുകൊണ്ട് വല്ലാണ്ടൊന്നും നടന്നിരുന്നില്ല ക്യാമറയിൽ. ഇപ്പോൾ തന്നെ ഒരു കല്യാണം കഴിയുമ്പോൾ എന്നോട് ക്യാമറക്കാരൻ പറയാം, സാറേ ഞാൻ 6000 ഫോട്ടോ എടുത്തു. 6000 ഫോട്ടോ എടുക്കണമെങ്കിലൊരു പണി എന്തായി? ഇത്രയും പണിയാണ്. ആ കൾച്ചറൊക്കെ ഒന്ന് മാറ്റും. കുറച്ച് ഫോട്ടോ ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും കല്യാണമൊക്കെ ആകുമ്പോൾ. ഇത് നമ്മളെ ഫോട്ടോ തന്നെ 2000 വട്ടം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തോ ഒരു തകരാറ് നമുക്കില്ലേ, എന്തോ ഒരു പ്രശ്നം നമുക്കില്ലേ? ഡ്രസ്സുകൾ മാറ്റി മാറ്റി നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ കംപ്ലീറ്റ് പോവുകയാണ്. നിങ്ങൾ പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. മലപ്പുറം ജില്ലയിലെ ആൺകുട്ടികൾ അഥവാ ഗൾഫിലുള്ള കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നയാ പൈസ അവരുടെ കയ്യിലില്ല. ഒന്ന് ഔട്ടായി വന്ന് നോക്കണം, ഇക്കണ്ട പെരക്ക് അനാഥമായി കിടക്കും. നേരെ മറിച്ച് തെക്ക് ഭാഗത്തെ സ്ത്രീകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ അവരെ മാനിക്കുന്നു, സ്നേഹിക്കുന്നു. അവർ ഗൾഫിൽ നിന്ന് മാസത്തിലയക്കുന്ന 10,000 ഉറുപ്പ്യയിൽ 5,000 ഉറുപ്പ്യ കുറിക്ക് ചേരും.
ആ കുറി 5 ലക്ഷമായിട്ട് അടുക്കും. അതായിട്ട് പോയിട്ട് പറമ്പ് വാങ്ങും. ആ പറമ്പ് പിന്നീട് വിൽക്കും. എന്നിട്ട് 2ാമത്തെ കൊല്ലം വേറൊന്ന് വാങ്ങും. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ 20 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ 1 കോടി രൂപയെങ്കിലും അങ്ങോട്ട് കൊടുക്കാണ്ടാവും ഈ സ്ത്രീയുടെ കരങ്ങളിൽ. ഇതാണ് അവിടുത്തെ സ്ത്രീകളുടെ കൾച്ചർ. കാരണം അവർക്ക് എന്താണ് ഫിനാൻസ് എന്നറിയാം. നമുക്ക് നമ്മുടെ നാട്ടിൽ 2 കല്യാണം നടന്നാൽ മതി, ആ മാസത്തിലെ മുഴുവൻ ശമ്പളം അന്ന് തീരും. കാരണം എന്താ, പെണ്ണുങ്ങൾക്ക് എടുക്കേണ്ട പിന്നെ ഷർട്ടായാലും മറ്റുള്ള പിന്നെ എന്ത് ഡ്രസ്സായാലും അതിന് 3000-ൻ്റെ അപ്പുറത്താണ് വില. അതൊരു 5 എടുക്കുമ്പോഴേക്ക് 15,000 രൂപയായി. പെരയിൽ 2 പെൺകുട്ടികളും ഒരു ഉമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് ആ മാസത്തെ സാലറി പോകും. നേരെ മറിച്ച് എന്തൊരു രസമാണ്, നിങ്ങൾ ഒരേ ഡ്രസ്സ് ഇട്ടിപ്പോ നിങ്ങൾ എത്ര അനുഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ എത്ര സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളിപ്പോൾ പല ആൾക്കാരും വൈറ്റ് ഷർട്ട്, ഞാൻ എപ്പോഴും വെള്ളയിലാണ് നിങ്ങൾ കാണുക, വല്ലപ്പോഴൊക്കെ വല്ലതും കാണുള്ളൂ. ഇത് നമ്മളടുത്ത് ഇല്ലായിട്ടൊന്നുമല്ല, എത്രയാണ് ഉള്ളത് എന്ന് ആളുകൾ അറിയരുത്. APJ അബ്ദുൽ കലാം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, അദ്ദേഹം 2 Z കാറ്റഗറിയാണ്. ഒന്ന് പ്രസിഡന്റ് എന്ന രീതിയിൽ, മറ്റൊന്ന് അയാൾ ഏറ്റവും ടോപ്പിലായി മിസൈൽ മാൻ എന്ന രീതിയിൽ. ഡബിൾ Z കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ആൾ മരിച്ചപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, 4 കോട്ട് എല്ലാം ഒറ്റ കളറ്, ആഷ് കളർ മാത്രം. കാരണം APJ അബ്ദുൽ കലാമിന് ഇത്ര ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്ന് ആരും അറിയതിരുന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന്. അവിടെ നിങ്ങൾ ഒരിടത്തെടുത്ത ഡ്രസ്സ് തന്നെ മറ്റിടത്തിട്ടാൽ ഒരു പ്രശ്നം വരാനൊന്നുമില്ല. പക്ഷേ ഇന്റീരിയൽ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനെ മാറ്റണം. എന്നിട്ട് ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമ്മുടെ ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കണം. ഞാൻ പറഞ്ഞു ഒരേ ഡ്രസ്സ് ഇട്ട് പോകണമെന്നല്ല, ഒരുപാട് ഡ്രസ്സുകളും ആഭരണം മാറ്റി. ഇന്നിപ്പോൾ കണ്ടോ, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത, ജ്വല്ലറിക്കാർ ക്ഷമിക്കണം കേട്ടോ, ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ സ്വർണത്തിൻ്റെ വില കയറിക്കെടുക്കുന്നത്. ഇന്നലെ 1500 കൂടി, ഇന്ന് 1400, ഇനിയും കൂടി. ഡെയിലി ഇങ്ങനെ കൂടിപ്പോവാണ് 1000-ലേറെ രൂപ. ഇത്രയും കൂടിയ സമയത്താണ് എല്ലാ ജ്വല്ലറിക്കാരോടും മാപ്പ്, എനിക്കത് പറയാതെ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വർണം മാറ്റാൻ പോകണം. മാറ്റക്കച്ചവടങ്ങളാണ്. എന്നിട്ട് അതിൽ എത്രയാ നഷ്ടം? അങ്ങോട്ട് 4 പവൻ കൊടുക്കുക, ഇങ്ങോട്ട് 3.25 എടുക്കുക, ബറാബർ. കാരണം ബാക്കിയുള്ളത് കൂലിയായി തേമാനായി പോയി. ഞാൻ ജ്വല്ലറിക്കാർക്ക് എതിരൊന്നുമല്ല, ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആഭരണങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിക്കോട്ടെ, പക്ഷേ ഫിനാൻഷ്യലി എന്താണെന്നറിയാതെ നിങ്ങൾ നിൽക്കല്ലേ. വേറെ ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവനവന് കിട്ടിയ ശമ്പളങ്ങൾ കൊണ്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് സമ്പത്ത് ഇല്ലാതെയാക്കുന്നു. എന്നിട്ട് കുടുംബത്തെ പട്ടിണിയാക്കുന്നു, അവരെ കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നു. പണത്തോടുള്ള ആർത്തി മൂത്ത് അവൻ്റെ ശമ്പളങ്ങളിൽ നിന്ന് കൊണ്ടുപോയി ഏതൊക്കെയോ ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് അതിലിടുന്നു. അത് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട പണി എന്താ, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതെ നോക്കലാണ്. ആ സമ്പത്തിൻ്റെ അസറ്റ് അവിടെ ഉണ്ടാകലാണ്. അസറ്റ് അവിടെ ഉണ്ടാകണം. അസറ്റില്ലാത്ത ഒന്നിലേക്ക് നമ്മൾ പോകരുത്. ഇങ്ങനൊരു ഫിനാൻഷ്യൽ ബോണ്ടിങ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഇത് ചൊനാരി കുടുംബമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും സാമ്പത്തികപരമായ പ്രയാസങ്ങളിലേക്ക് പോയി അനുഭവിക്കുന്ന ആളുകൾ ഇല്ലാതിരിക്കട്ടെ. അതിന് ഫിനാൻഷ്യൽ പ്ലാൻ നമുക്കുണ്ടാകണം. അതിലെന്താ ഫിനാൻഷ്യൽ പ്ലാൻ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, 1 കോടി രൂപയുണ്ടെങ്കിലേ 25 ലക്ഷം രൂപയുടെ വീട് നമ്മൾ വെക്കാവൂ. നിങ്ങൾ ഏത് ലോകത്തായി നിൽക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കും. അതാണ് എക്കണോമിക്സിൻ്റെ കണക്ക്. 1 കോടി രൂപ കയ്യിലുണ്ടെങ്കിലേ 25 ലക്ഷം രൂപയുടെ വീട് വെക്കാവൂ. പക്ഷേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ 1 കോടി റുപ്യ കയ്യിലുണ്ടെങ്കിൽ 3 കോടി റുപ്യൻ്റെ വീട് വെക്കുക എന്നുള്ളതാണ്. ആ അവസ്ഥ മാറ്റണം. നമ്മളൊന്ന് ലളിതമായി ജീവിക്കുക. ലളിതമെന്ന് പറഞ്ഞാൽ നല്ല വണ്ടി ഉപയോഗിച്ചോ അത്യാവശ്യം വീടൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ റോൾസ് റോയ്സ് നമ്മുടെ കയ്യിലുണ്ട് എന്നതിൻ്റെ പേരിൽ റോൾസ് റോയ്സിനെ എല്ലാ ആളുകൾ എന്താക്കേണ്ടത്, സെൽഫി എടുക്കേണ്ടത്. കാരണം അവർക്കിഷ്ടം റോൾസ് റോയ്സിനെയാണ്. അതിൽ നിന്ന് ഇറങ്ങുന്ന വ്യക്തിയായിരിക്കണം എടുക്കേണ്ടത്. ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പറയല്ല. കാരണം വ്യക്തിക്ക് റോൾസ് റോയ്സിനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവണം. ആ വ്യക്തിയാണ് ഏറ്റവും ടോപ്പ്. ആ വ്യക്തിയുടെ മെറ്റീരിയൽസ് അല്ല ടോപ്പ്, ആ വ്യക്തിയുടെ വീടല്ല ടോപ്പ്. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് അവർ നല്ലൊരു സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ട് വളരട്ടെ, സമൂഹത്തിന് ഉതകുന്ന കുട്ടികളായിട്ട് വളരട്ടെ. ഇന്നത്തെ കുട്ടികൾ ഒരിക്കലും നെഗറ്റീവ് ഇല്ലാത്തവരാണ്. നമ്മൾ ഇന്നത്തെ കുട്ടികളെയും കൂടി പറഞ്ഞോട്ടെ. നമുക്ക് വിചാരിക്കും അവർ നെഗറ്റീവാണ്. ഇല്ല, അവർ ജോലി ചെയ്യാൻ സന്നദ്ധരാണ്. അവർ ആൾക്കൂട്ടത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ തയ്യാറാണ്. നല്ല മക്കളാണ്. ഞാൻ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയിലേറെ ഭാഗം അവരോടൊപ്പമാണ്, ക്യാമ്പസുകളിലായിട്ടാണ്. അതുകൊണ്ട് ആ കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ആ കുട്ടികൾ അറിയാതെ വഴികെട്ട് പോകുന്നുണ്ട്. ആ വഴികേടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നറിയോ? സങ്കടത്തോടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറിയാതെ നമ്മൾ മയക്കുമരുന്നിലേക്ക് പോകുന്നു എന്ന് നമ്മൾ പോലും അറിയുന്നില്ല. എന്താണ് മയക്കുമരുന്നിൻ്റെ ദുരന്തമെന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ചോനാരി കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു കുട്ടി പോലും അതിലേക്ക് പോകാതിരിക്കട്ടെ എന്നുള്ള വല്ലാത്തൊരു ശ്രദ്ധയോടുകൂടി ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ മക്കളെ, അതിന് 4 സ്റ്റേജസ് ഉണ്ട്.
4 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജിന് ടോളറേഷൻ എന്നാണ് പറയുക. സൈക്കോളജിക്കൽ വേർഡാണ് ടോളറേഷൻ. എന്താ ടോളറേഷൻ? ഒന്നുപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രവണതയുടെ പേരാണ് ടോളറേഷൻ. ദയവ് ചെയ്ത് അതിലേക്ക് പോകരുത്. ആരെങ്കിലും നമ്മളെ ക്ഷണിച്ചാൽ അതിനോട് ഡയറ്റ് ടു സേ നോ പറയാൻ നമുക്ക് പറ്റണം. നോ എന്ന് ധൈര്യത്തോടെ പറയാൻ നമുക്ക് പറ്റണം. എന്നിട്ടും നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മളെ കൊടുക്കുന്നത് ആരാന്നറിയോ? ചങ്ക് ബ്രോസാണ്. നിങ്ങൾക്കത് പറയുമ്പോൾ അതിശയോക്തി തോന്നരുത്. കാരണം സെലിബ്രേഷൻ്റെ ദിവസത്തിലാണ്. ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ ആ ദിവസത്തിൽ കുട്ടികൾ കൊണ്ടുപോയിട്ട് നമുക്ക് ചിലത് തരും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോൾ രാത്രി പരിപാടികളിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പൂരോ മറ്റുള്ള പരിപാടികളോ നടക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ രാത്രി ഇങ്ങനെയുള്ള ചിലത് നടക്കും. ഇത് കുട്ടികളുടെ സെലിബ്രേഷനാണ്, ആഘോഷമാണ്. അല്ലെങ്കിൽ അവരുടെ ഒന്നിച്ചുള്ള ടൂറുകളിൽ, ഞാൻ മോശമായിട്ട് പറയല്ല, നല്ല രീതിയിൽ പോയി വരുന്ന ധാരാളം കുട്ടികളുണ്ട്. പക്ഷേ ടൂറുകളിൽ ഊട്ടിയുടെ തെരുവ് കയറുമ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒരു പുകയിൽ നിന്ന് തുടങ്ങും. ആ പുക ഒരു പക്ഷേ സിഗരറ്റാണെന്ന് വിചാരിച്ചിട്ട് ഇവൻ വരിക. ഇലക്ട്രിക് സിഗരറ്റിൻ്റെ ഉള്ളിൽ പോലും കഞ്ചാവ് കയറ്റാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മുടെ ലോകം ഇന്നുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ഒരു ലെവലിൽ അവൻ കയറ്റും. പിന്നെ ഇതിനു വേണ്ടി അവൻ കാത്തു നിൽക്കും. ഒറ്റ വട്ടം ഇത് ഉപയോഗിച്ചാൽ മതിയേ നമ്മുടെ ലെവല് തെറ്റിപ്പോകും. അങ്ങനെയാണത്. ഞാൻ ഒരുപാട് കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയിട്ടാണ് പറഞ്ഞത്. ഒറ്റ വട്ടം ഉപയോഗിച്ചാൽ മതി, അപ്പോഴേക്ക് നമ്മുടെ ലെവല് തെറ്റിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു ലോകത്തേക്ക് പോകണവര് തോന്നാം. പിന്നെ അതോടുകൂടി കഴിഞ്ഞ് അവൻ അടുത്തത് ഉപയോഗിക്കും. എന്തിനേറെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ വരെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാലമാണ്. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ, 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പോയി പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് മിഠായി കൊടുക്കുക തെരുവിൽ നിന്ന് ആളുകൾ. അത് കഴിച്ചിട്ട് പിന്നെ ആ മിഠായിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തൊരു ലോകമാണിത്! എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മൾ യൂറോപ്പിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. യൂറോപ്പിനെ എത്ര വലിയ മഹത്വവൽക്കരിച്ച് പറഞ്ഞാലും നമ്മൾ കണ്ടൊരു യൂറോപ്പുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 56 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ എങ്ങനെ പറഞ്ഞാൽ പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. പരസ്യമായിട്ട് ട്രെയിനിൽ പോലും പോകാൻ കഴിയില്ല. ലണ്ടനിൽ പോയ കുട്ടികളോട് ചോദിച്ചു നോക്കും. ട്രെയിനിൽ പോലും പോയാൽ എക്സ്ട്രീം ലെവലല്ലാത്തതെല്ലാം നടക്കും. അവർക്കത് കണ്ട് ചടപ്പ് കെട്ടതാണ്. ആ ഒരു കൾച്ചറിനെ എന്തിനാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? 18 വയസ്സാകുമ്പോൾ കുട്ടികളെ പുറത്താക്കുന്നൊരു ലണ്ടനുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ നന്മകളും പറഞ്ഞോട്ട് അപ്പം നിങ്ങൾ പറയും അത് അവർ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ വേണ്ടി. എന്നിട്ട് കുട്ടികൾ പേപ്പറിൽ എഴുതിയിട്ട് അപേക്ഷ കൊടുക്കുകയാണ് സർക്കാരിന്, ഞങ്ങൾ 19 വയസ്സുവരെ പേരിൽ നിർത്തണമെന്ന്. അതിനൊരു പോസിറ്റീവ് വശമുണ്ട്, അവർ സെൽഫ് സഫിഷ്യൻ്റ് ആവും, സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിച്ചോളും. പക്ഷെ അതിന് നെഗറ്റീവ് വശമുണ്ട്, ഉമ്മയും ഇപ്പയും പിന്നെ നോക്കൂല എന്നുള്ളത്. ഈ കുട്ടികളാ പിന്നെ ഉമ്മനും ഇപ്പനും കൊണ്ടുപോയിട്ട് എന്താക്കുന്നത്? അപ്പുറത്ത് കൊണ്ടുപോയിട്ട് തള്ളുന്നത്. വൃദ്ധസദനങ്ങളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ ഈ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡേ കെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ നിങ്ങൾ നോക്കിക്കോ, ഇനി അതിസമ്പന്നമായി AC റൂമും ആൾക്കാരെല്ലാം കൂടി കമ്പനിയായിട്ടുള്ള ഓൾഡ് ഏജ് ഹോം കൊണ്ട് മലപ്പുറം ജില്ല പോലും നിറയുമെന്നാണ് പറയുന്നത്. ഭാവിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ പോവാണ്. ഇപ്പം തന്നെ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഉമ്മാരിപ്പാരി നോക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തള്ള, എന്നിട്ട് അവിടെ സുഹൃത്തുക്കളായിട്ട് അങ്ങനെ കഴിയുക. ഈ ഒരു അവസ്ഥയിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ തുടക്കം എന്താ? ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം കഞ്ചാവിൽ നിന്ന് തുടങ്ങി, അതിൻ്റെ അപ്പുറത്തേക്ക് കഞ്ചാവിൽ എലിവിഷം പുരട്ടാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയതാ. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ LSD ആയി, പിന്നെ MDMA ആയി, ചിലപ്പോൾ നേരിട്ട് MDMA ആയി. അതിങ്ങനെ പോയി അവസാനം പെത്തഡിൻ വരെ നീണ്ടു നിൽക്കുന്ന അവൈലബിലിറ്റി നമ്മുടെ നാട്ടിലുള്ളിടത്തോളം കാലം ഇത് ഉപയോഗിച്ച് അവസാനം താളം തെറ്റാൻ തുടങ്ങും. അങ്ങനെയാണ് സാലിയൻസ് എന്നതിലേക്ക് കയറുന്നത്. എന്താ സാലിയൻസ് എന്ന് പറഞ്ഞാൽ? ഇത് ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് ഒരു കുട്ടിക്ക് വിറയലും തുള്ളലും അവിടെ ഇവിടെയും പോയിട്ട് അടിക്കലും ഒക്കെ വരുന്നതിൻ്റെ പേരാണ് സാലിയൻസ്. സാലിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ സിൻഡ്രത്തിലേക്ക് കയറും. വിഡ്രോവൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് പൊട്ടിത്തെറിയായി മാറും. സ്വന്തം ഉമ്മയെ കൊല്ലാൻ നോക്കും, വാപ്പയെ കൊല്ലാൻ നോക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ അതാ വിഡ്രോവൽ സിൻഡ്രം. നിങ്ങൾ MDMAക്ക് പകരം എന്തെങ്കിലും മെഡിസിൻ കൊടുക്കണം. MDMAക്ക് ഈക്വലായൊരു മെഡിസിൻ ഇവിടെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? അവനവൻ്റെ കയ്യിലുള്ള സാധനം കൊണ്ട് ചിലപ്പോൾ അത് ചാവിയാകാം. ചാവി കൊണ്ടാണ് കുട്ടികൾ കൂടുതലും ഞരമ്പ് കീറുന്നത്. എന്നിട്ട് മെല്ലെ തന്നെ സ്വന്തം രക്തം കുടിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ എക്സാജറേഷൻ അല്ല. ഞാൻ ഒരുപാട് കണ്ടതും കേട്ടതും കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്. ചാവി കൊണ്ട്, കയ്യിലുള്ള ബൈക്കിൻ്റെ ചാവി കൊണ്ട് വരച്ചൊരച്ച് രക്തം വരിപ്പിച്ചിട്ട് അത് കുടിക്കുന്ന കുട്ടികളുടെ കാലമാണ്. എവിടെയെങ്കിലും 1, 2 അല്ല ഇത്. കാരണം സാലിയൻസിൽ നിന്ന് വിഡ്രോവൽ സിൻഡ്രത്തിലേക്ക് കയറിയാൽ തൻ്റെ രക്തത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അംശം ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ട് അതിനെ വലിച്ചൂറ്റി കുടിക്കുന്ന കുട്ടികളുടെ ഒരു കാലമാണ്. നിങ്ങളിത് കാണണമെന്നുണ്ടെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കൊന്ന് പോകും. ഡി അഡിക്ഷൻ സെൻറ്ററിൽ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് വിതുമ്പിക്കറിയുന്ന കുട്ടികളെ ഒന്ന് പോയി കാണും.
വാപ്പ എന്ന് പറഞ്ഞാൽ തീർത്തും പുച്ഛമായി തോന്നുന്ന കുട്ടികളെ കാണും. ഉമ്മ എന്നാൽ വളരെ മോശമാണ് എൻ്റെ ഉമ്മ എന്ന് ആവർത്തിച്ചു പറയുന്ന മയക്കുമരുന്നടിക്കാരനെ നിങ്ങൾ കാണും. അങ്ങനെ കുടുംബത്തിൻ്റെ താളം തെറ്റി എല്ലാ അവസ്ഥകളും തെറ്റി നടക്കുന്ന മക്കളെ നിങ്ങൾ കാണും. ദാ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇഷ്ടം പോലെ ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. മുടിയെല്ലാം പറിച്ചിട്ട് പായുന്ന കുട്ടികളെ നിങ്ങൾ കാണും. ചിലപ്പോൾ ഹാഫ് ചങ്ങലയിലിട്ട് ബന്ധിച്ചിരിക്കുന്ന മക്കളെ നിങ്ങൾ കാണും. ഇഞ്ചക്ഷൻ എന്ന പേരിൽ അടിച്ചു കൊടുത്തിട്ട് ഡോക്ടർമാർ കൃത്രിമ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിൽ സാറ്റിസ്ഫാക്ടറി ലൈനിലേക്ക് കയറുന്ന കുട്ടികളെ നിങ്ങൾ കാണും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ മക്കളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? പല അജണ്ടകളും അതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, കോർപ്പറേറ്റ് ഭീമന്മാർ, അവരുടെ ബിസിനസ്സുകൾ നടക്കണമെന്ന അജണ്ട. രണ്ട്, രാഷ്ട്രീയ തമ്പുരാക്കന്മാർ, ഏത് രാഷ്ട്രീയമെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് വർഗീയപരമായ പ്രശ്നങ്ങൾ ഇവിടെ നടക്കണമെന്ന അവസ്ഥ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്ന് പോയി നമ്മുടെ നാടുകൾ നശിച്ചുകൊണ്ടേയിരിക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി തോന്നരുത്. ഏറ്റവും കൂടുതൽ ഇത് ഗുജറാത്തിൻ്റെ ഓരോ ഭാഗത്തുമാണ് ഉള്ളത് എന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ അന്ന് പാർലമെന്റിൽ സംസാരിച്ചു. കെജ്രിവാൾ സംസാരിച്ച സംസാരത്തിന് അവർ മറുപടി കൊടുത്തിട്ടില്ല. ഗുജറാത്തിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഫാക്ടറി ഉണ്ടെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അയാൾക്കെതിരെ ഒരു മറുപടി പോലും അവർ കൊടുത്തില്ല. അതേ ആൾ തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് അദാനി തന്നെയാണ് എന്താക്കുന്നത്, ഈ പറയുന്ന അവിടുത്തെ പോർട്ടും നിയന്ത്രിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതലായി ഇവിടെ ഇത്രമാത്രം ഇത് വ്യാപിച്ചത് എന്നതാണ് രാഷ്ട്രീയ പഠനം. ഇതെൻ്റെ പഠനം മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ പഠനമാണ്. ആ ഒരവസ്ഥയിൽ നമ്മുടെ നാട്ടിലേക്ക് ഇത് വ്യാപിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ചോനാരി കുടുംബത്തിലെ പണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യ കാലഘട്ടത്തിൽ അതിനെതിരെ പടപൊരുതിയിട്ടുള്ള നമ്മുടെ ആത്മീയ നേതാവുണ്ട്, എല്ലാവരുടെയും ആത്മീയ നേതാവ് കോന്തു നായരെ കൂടെ കൂട്ടിയിട്ട് തോളത്ത് വെച്ച് നടന്നിരുന്ന അതേ കാലത്ത്, ചോനാരി കുടുംബത്തിലെ നിങ്ങളെ അംഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോയ കാലത്ത് അന്ന് എതിർത്തുന്നിരുന്ന പോലെ ഇന്ന് നമ്മൾ എതിർക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ പറയുന്ന മയക്കുമരുന്നും അതുമായി ബന്ധപ്പെട്ടതും. നമ്മളുടെ ഈ ഇരിക്കുന്ന ഓരോ അംഗങ്ങളിൽപ്പെട്ട ആരെയെങ്കിലും അതിലേക്ക് കൊണ്ടുപോയാൽ ഒന്ന്, അവന് സോഷ്യൽ ജീവിതം അവസാനിക്കുന്നു, സാമൂഹ്യ ജീവിതം പിന്നില്ല. പിന്നൊന്ന്, അവൻ്റെ കരിയർ ജീവിതം അവസാനിക്കുന്നു, കൃത്യമായി ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവനക്ക് കഴിയില്ല. മൂന്ന്, അവൻ്റെ ഇൻ്റലക്ച്വൽ വിങ് അവസാനിക്കുന്നു, കാരണം അവർക്ക് പിന്നെ നല്ലപോലെ ചിന്തിക്കാൻ കഴിയില്ല. നാലാമത്തത്, അവൻ്റെ പേഴ്സണൽ ലൈഫ്, അവൻ്റെ ഫാമിലി ലൈഫ്, 5 ലൈഫും പോവാൻ. അവന് പിന്നെ കുടുംബജീവിതം നല്ല രീതിയിലില്ല, അവന് വ്യക്തിപരമായ ജീവിതമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചോനാരി കുടുംബത്തിലെ അംഗങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പറഞ്ഞോട്ടെ, ആര് അതിലേക്ക് ചെറുതായി വലിക്കാൻ വിളിച്ചാൽ പോലും ദയവ് ചെയ്തൊരു കുട്ടികളും പോകരുതേ. ഇതൊരു ഉപദേശമല്ല, ഒരുപാട് ആളുകളുടെ അനുഭവം അറിയുന്ന എളിയ സഹോദരൻ്റെ വാക്കായിട്ട് നിങ്ങൾ എടുത്താൽ മതി. എൻ്റെ കൺമുമ്പിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ആസ് എ കൗൺസിലർ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോഴും എൻ്റെ അസിസ്റ്റന്റുമാരായിട്ട് 5-6 ആൾക്കാരുണ്ട്. അവരെന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ പേരിലാണ്, സാർ അതെന്ത് ചെയ്യണം ഇതെന്ത് ചെയ്യണമെന്ന്. മൊബൈലിന് പോലും ഒഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് മയക്കുമരുന്ന് വ്യാപിച്ച ഒരു കാലത്ത് നമ്മുടെ ഈ ചോനാരി കുടുംബത്തിലെ കുട്ടികളും അവരുമായി ബന്ധപ്പെട്ടവരും ദയവ് ചെയ്ത് പറയണം, ഞങ്ങളതിലേക്കില്ല എന്ന്. പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, രാത്രി 12 മണി കഴിഞ്ഞ് നമ്മുടെ നാടിലെ ഏതെങ്കിലും തെരുവോരങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന കുട്ടികൾ പാവങ്ങളാണ്, അവർക്കൊന്നും അറിയില്ല. പക്ഷെ അവരെ തേടിയിട്ട് രാത്രികാലങ്ങളിൽ വണ്ടികൾ വരും, എന്നിട്ട് അവരോട് 1-2 ദിവസം സംസാരിച്ചിരിക്കും, അവരെ നാസ്ത കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഇതും എനിക്കുള്ള അനുഭവമാണ്, എന്നോട് കുട്ടികൾ പറഞ്ഞതാണ്. അവരെ കൊണ്ടുപോയത് ഈ 2 മണിവരെക്കുള്ള ഹോട്ടലുണ്ടല്ലോ, 3 മണിവരെക്കുള്ളേ, അവിടെ പോയിട്ടല്ലേ ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അവസാനം പിന്നെ ഇതിലേക്ക് അവരെ ക്ഷണിക്കുകയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ അതിലേക്ക് പോവുകയും ചെയ്യും. അതിന് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ളവർ കുട്ടികൾക്ക് കുറേശ്ശൊക്കെ പൈസ കൊടുക്കണം എന്നുള്ളതാണ്. ഒരു 500 റുപ്യ കൊടുത്താൽ 500 റുപ്യ വെച്ചാൽ നിങ്ങളാകെപ്പാടെ മടി കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒരു 5000-ന് വേണ്ടി ME വെക്കാൻ വേണ്ടിയിട്ട് പോകും. അവർ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്ന, ഒരു ചായയും പൊറാട്ടയും കഴിക്കണമെന്ന് വിചാരിച്ചാൽ അതിന് പോലും പൈസ ഇല്ലാത്ത കുട്ടികളായി നമ്മളെ കുട്ടികളെ മാറ്റരുത്. അവരെന്തിനു ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ നോക്കണം. അത്യാവശ്യം ചെറിയ ചെറിയ ചെലവിനൊക്കെ നമ്മൾ കൊടുത്താൽ പിന്നെ വല്ലാണ്ടൊന്നൊരു വലിയ പൈസയ്ക്ക് വേണ്ടി പോകില്ല. തീരെ പൈസ ഇല്ലാതാകുമ്പോൾ എൻ്റെ ഉമ്മയിപ്പം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കേണ്ടത് അവനോട് വിചാരിക്കാം, എന്നിട്ട് തോന്നിയ മാതിരി അവൻ ജീവിക്കാൻ പോവുകയാണ്. അവിടെ എൻ്റെ മക്കൾ ഒരിക്കലും അതിലേക്ക് പോകരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പറയാണ്, കോളേജിലേക്ക് പോകുന്ന കുട്ടികളോട് സംസാരം അധികരിച്ചു പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോളേജിലേക്ക് പോകുന്ന കുട്ടികളോടൊരു വാക്ക്, നിങ്ങളെ ക്യാമ്പസിൽ പല രീതിയിൽ അധ്യാപകരുണ്ടാകും, ക്യാമ്പസിൽ പല രീതിയിൽ എനിക്ക് കുട്ടികളോട് പറഞ്ഞു തരുന്നതാണ്. അഥവാ ദീനീപരമായ കാര്യത്തിൽ കോൺഫ്ലിക്റ്റ് ആക്കുന്ന ആളുകൾ. സത്യത്തിൽ ക്ലാസ് റൂമിൽ ഞാനും അധ്യാപകനാണ്, ഞാൻ BBA-ക്കും MBA-ക്കും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. UK-യിലെ ക്യാമ്പസ്, UK-ൻ്റെ ക്യാമ്പസ് നമ്മുടെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും പോകാറുള്ളൂ. HR, മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ്.
പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു ചെറിയ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും അധ്യാപകർ പല രീതിയിലും ക്ലാസ്സിൽ പറയും, നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാം. കാരണം അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് സബ്ജക്റ്റാണ്, ഒരിക്കലും ഐഡിയോളജി അല്ല. ഒരാൾ വന്നിട്ട് എത്തീസം പഠിപ്പിക്കുക, വേറൊരാൾ വന്നിട്ട് അനോട്ടിസം പഠിപ്പിക്കുക, വേറൊരാൾ വന്നിട്ട് ഡിങ്കോയിസം പഠിപ്പിക്കുക, ലിറ്ററേച്ചറിൻ്റെ ആൾ വന്നിട്ട് മിത്ത് പഠിപ്പിക്കുക. ആ സബ്ജക്റ്റ് പഠിപ്പിക്കാവും. അതൊരു നിയമപരമായ വശമാണ്. അല്ലാതെ കുട്ടികൾക്കിടയിൽ പഠിച്ചുകൊണ്ടെന്ന് എന്താ തെളിവെന്ന് ഒരു അധ്യാപകനെ കൊണ്ടും ചോദിപ്പിക്കരുത്. കാരണം ഓരോരുത്തരും ഓരോ വിശ്വാസത്തിലൂടെ പോവാണ്. അതുകൊണ്ട് സിലബസിലില്ലാത്ത കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അധ്യാപകർ അനുവദിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വഴക്കൂടല്ല, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അതിനുള്ള പ്രതിവിധികളൊക്കെ ഇവിടെ മന്ത്രിമാരും മിനിസ്റ്റേഴ്സൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മദ്യമടിച്ചാൽ എന്താ കുഴപ്പം, മയക്കുമരുന്നൊക്കെ കുഴപ്പമൊന്നുമില്ല എന്നേതെങ്കിലും അധ്യാപകനും പറഞ്ഞാൽ അയാൾക്കെതിരെ നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാം. കാരണം അയാളുടെ സബ്ജക്റ്റിൽ പെട്ടതല്ല. ചിലപ്പോൾ മദ്യപിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ MDM അടിക്കുന്ന ആൾക്കാരും അധ്യാപകരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. MDM ഒക്കെ ഭയങ്കര രസമാണടാ, എല്ലാവരും യൂറോപ്പിലൊക്കെ ഇത് ഉപയോഗിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകാം. ഞാനിത് വെറുതെ പറയല്ല, എന്നോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പ്രകാരം ഞാൻ നിങ്ങളോട് പറയാം. അധ്യാപകർ സബ്ജക്റ്റ് പഠിപ്പിച്ചാൽ മതി, നേരെ ഓപ്പോസിറ്റും വേണ്ട. അപ്പോൾ ഞാൻ സൈക്കോളജി ക്ലാസ്സിന് കയറിക്കാണ്ട് ആ ക്ലാസ്സിൽ പോയിക്കാണ്ട് ഫുൾ എന്താക്കാൻ പാടില്ല, ആൾക്കാരെല്ലാവരും കൂടി ദീന് പറഞ്ഞിട്ട് ഇതാക്കാൻ പാടില്ല. കാരണം വ്യത്യസ്ത സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന കുട്ടികളും വ്യത്യസ്ത മതക്കാരായ കുട്ടികളുമാണ്. ആ സബ്ജക്റ്റ് പഠിപ്പിച്ച് അവർ പോകട്ടെ. പിന്നെ അവരുടെ നന്മയിൽ അവർക്ക് പങ്കാളിയാകാം, അവരുടെ വാല്യൂസിൽ, അവരുടെ എഫക്റ്റിൽ, അവർ നല്ല രീതിയിൽ വളരുന്നതിൽ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അവരുടെ ഗോൾ സെറ്റുകൾ, സ്ട്രാറ്റജികൾ, അതിലൊക്കെ അധ്യാപകർക്ക് നല്ല പങ്കാളിയാകാം. നെഗറ്റീവായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതനുസരിച്ച് UGCക്ക് വരെ റിപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ആരെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുവെങ്കിൽ ആ പരതയിലൂടെ നിങ്ങൾ പോകണം. ഈസ് അല്ലാ ഈസ് അലൈഫ് എന്ന് ഏതെങ്കിലും ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ നല്ല സുന്ദരമായി ചോദിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തോന്നരുത് ഈസ് അല്ലാ ഈസ് അലൈഫ്, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. കാരണം നിങ്ങൾക്കതിൻ്റെ മറുപടി ഉണ്ടാകണം. അതിന് ദീനീപരമായ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകണം. അതിമനോഹരമായി ദീനിനെ വിശദീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അയാളോട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട, നിയമപരമായ ഗോധയിലൂടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതേപോലെ തന്നെ വ്യത്യസ്തരായ ആശയക്കാർ, മതക്കാർ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ ചോനാരി കുടുംബത്തിലെ പണ്ടുമുണ്ടായിട്ടില്ല, ഇനിയും പറയുന്നു, ഈ ചോനാരി കുടുംബത്തിലെ ഒരാളും വർഗീയപരമായി ചിന്തിക്കരുത്. ആവർത്തിച്ചു പറയുന്നു, ഒരു കുട്ടിയും വർഗീയപരമായി പോകരുത്. ഒരു കുട്ടിയും മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് പോകരുത്. നിങ്ങളറിയുന്നുണ്ടോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഏതാണെന്നറിയോ? ഒരു പിതാവെന്ന അർത്ഥത്തിൽ ഞാൻ പറയാം, നമ്മളിങ്ങനെ ആശുപത്രിയുടെ ഭാഗത്ത് കാത്തു നിൽക്കുമ്പോൾ ദാ അപ്പുറത്ത് ലേബർ റൂമാണ്, അവിടെ കിടന്ന് നമ്മുടെ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രസവം നടക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അതിൻ്റെ പണികൾ നടക്കുമ്പോൾ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ഏതാണെന്നറിയോ? അവിടെ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്ന ഒരു കുട്ടിയുടെ, ആ കുട്ടിയെ കഴുകിക്കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരുന്നൊരു നിമിഷമുണ്ട്. ആ സെലിബ്രേഷൻ്റെ അപ്പുറത്തില്ല. ഒരു പിതാവിനും അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സെലിബ്രേഷൻ ഇല്ല. നമ്മൾക്ക് ജനിച്ച കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് തരുന്നൊരു രംഗമുണ്ട്. ഒരു പിതാവിനും അതിൻ്റെ അപ്പുറത്തേക്കുള്ള സെലിബ്രേഷൻ ഇല്ല. നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് അവനിടുന്നൊരു പേരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പിതാവിനും ഒരു ആഘോഷമില്ല. പിതാക്കന്മാരെ കുട്ടികളെ കൊണ്ടിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ അവരെ മാത്രം ഉയർത്തി പറയില്ല. തോളത്ത വെക്കുക, കാലൊന്നിങ്ങനെ എന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ഊട്ടിയിലൂടെ നടക്കുമവര്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ കാണാത്തതും കാണുമോനെ, ഞാൻ കേൾക്കാത്തതും കേൾക്കുമോനെ, എന്നേക്കാൾ ഉയരത്തിൽ നീ എത്തുമോനെ എന്നാണ്. ആ പിതാവിനെ ഒരിക്കലും നിങ്ങൾ കരയിപ്പിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. അതേപോലെ തന്നെ ഉമ്മമാർ വഹ്നുൻ വലാ വഹ്ൻ, അതിനേക്കാൾ വലിയ പ്രയാസങ്ങളാണ് ഉമ്മമാർ സഹിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. പ്രയാസത്തിന് മേൽ പ്രയാസം വന്നിട്ടാണ് അവർ നിങ്ങളെ ചുമന്നത് എന്ന്. ആ ഒരു രംഗം, ഒരു ആണ് 1000 PhD എടുത്താലും തിരിച്ചറിയാത്ത ഒരു നോവിൻ്റെ പേരാണ് ഈ പറയുന്ന ജന്മം നൽകുന്ന സമയത്ത് അവരുടെ നോവിൻ്റെ. അത് ഏകദേശം 18 അല്ലെങ്കിൽ 20 22 എത്ര വാരിയെല്ലുകളുണ്ടോ ആ എല്ലുകളെല്ലാം നുറുങ്ങിപ്പോകുന്നൊരു വേദനയുണ്ട് പ്രിയപ്പെട്ട മാതാവിന്. കാത്തിരിപ്പിൻ്റെ അവിടെ സ്നേഹം എന്ന് തുടങ്ങിയതെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് കണ്ണുണ്ടോ എന്ന് അവർക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നാള് കോഴിക്കോട് ഒരു പരിപാടിക്ക് പോയി, അന്ധന്മാരുടെ പരിപാടിയിൽ. ഇത്രമാത്രം കോഴിക്കോടും മലപ്പുറത്തും അന്ധന്മാരുണ്ടോ എന്ന് ഞാൻ അന്ന് അതിശയപ്പെട്ടതാണ്. കാരണം കണ്ണ് കാണാത്ത കുട്ടികൾ, അതേപോലെ തന്നെ അങ്ങനെ കുട്ടികൾ. നമുക്ക് കണ്ണുണ്ടോ എന്നവർക്കറിയില്ലായിരുന്നു, നമ്മൾ കറുത്തതോ വെളുത്തതോ എന്നവർക്കറിയില്ലായിരുന്നു, നമുക്ക് കാലുണ്ടോ ഇല്ലയോ എന്നവർക്കറിയില്ലായിരുന്നു. അപ്പോഴും അവർ വയറ് തടവിക്കൊണ്ട് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ആദ്യം സ്നേഹിച്ച ആളാരാന്നറിയോ?
അത് സ്വന്തം മാതാവാണ്. അതിന് പകരം നിൽക്കാൻ ആർക്കും കഴിയില്ല. നമ്മളിപ്പോൾ പറയുന്ന ചങ്ക് ബ്രോസ് ഉണ്ടല്ലോ, അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് 10ാം ക്ലാസ്സിൽ നിന്നാണ്. നമ്മളിപ്പോൾ പറയുന്ന വലിയ വലിയ ചങ്ക് ബ്രോസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചങ്ക് ഗേൾസ് ഉണ്ടല്ലോ, അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഡിഗ്രിക്ക് പോയപ്പോഴാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹം എപ്പോൾ അവസാനിക്കുകയും ചെയ്യും. പക്ഷേ ആദ്യത്തെ ദിവസം മുതൽ തനിക്കൊരു മീറ്റിംഗ് വന്നപ്പോൾ, തനിക്ക് ഡേറ്റ് തെറ്റിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ വഴഞ്ഞുകൊണ്ട് ഈ കുട്ടി ജനിക്കുമോ എന്ന് പോലും അറിയാതെ സന്തോഷത്തോടെ നിന്നൊരു പാവം സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് ഉമ്മ എന്ന്. ആ ഉമ്മയെ കരയിപ്പിച്ച് മുന്നോട്ട് പോയാൽ ആ കണ്ണുനീര് അഗ്നിയാണ്. എവിടെയാണോ വീഴുന്നത് അവിടെ കത്തിച്ചാമ്പലാകും. ആ സ്ഥലത്തെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതെയായി മാറും. അതുകൊണ്ട് മാതാപിതാക്കളെ ആദരിച്ച് മുന്നോട്ട് പോകണം. അവസാനിപ്പിക്കുന്നു, കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടെ നിൽക്കണം. ദയവ് ചെയ്തിട്ട് ആഘോഷപൂർവ്വം നമ്മൾ തിമിർത്താടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരസ്പര്യം വിടല്ലേ, പരസ്പര സ്നേഹം വിടല്ലേ. നമുക്ക് ചിലപ്പോൾ കുറച്ച് സമ്പത്തുണ്ടാകും, സമ്പത്തില്ലാത്തവന് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കല്ലേ. സമ്പത്തില്ലാത്ത ഏതോ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, അവനിങ്ങനെ പാവം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അവനെ പോയിട്ട് കൈപിടിച്ചിട്ട് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം. ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഏതോ വിധവയുണ്ടാകും, ഭർത്താവ് മരിച്ചുപോയ ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാകും. ആ സ്ത്രീയെ പ്രത്യേകം നിങ്ങൾ കാണണേ, പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണേ. കാരണം വിധവകളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയാണെന്ന് വിശ്വാസമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഭർത്താക്കന്മാരില്ലാത്ത ആളുകൾ മക്കളെയും കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടാകും. ആ മക്കളുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കാൻ പറ്റുന്ന കുടുംബമായി നമ്മൾ ഓരോരുത്തരും മാറണം. ഒരാൾ വിധവയാകുമ്പോൾ മറ്റുള്ളവർ യത്തീമുകളാണ്, അവിടെ കുട്ടികൾ യത്തീമാണ്. യത്തീമും വിധവയും തമ്മിലുള്ള ബന്ധത, നമ്മൾ യത്തീമുകളെ സംരക്ഷിക്കും. പക്ഷേ ആ യത്തീമുകളുടെ ഒരു ഉമ്മയുണ്ട്, അയാളുടെ പേരാണ് വിധവ എന്ന്. അവരുടെ വിധവകളെയും യത്തീമുകളെയും ഒരേപോലെ സംരക്ഷിച്ചു പോകണം. പോരാ, പരസ്പരം സ്നേഹത്തോടെ ഈ ചോനാരി കുടുംബം എന്നും ഒന്നിച്ച് നിൽക്കണം. ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരല്ലേ. മതസംഘടനകളുടെ അങ്ങോട്ടിങ്ങോട്ടുള്ള വിയോജിപ്പുകൾ ദയവ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരല്ലേ. ഇവിടുത്തെ കാരണന്മാർ ഇതായിരിക്കുന്നു, ഇവർക്ക് ഇന്ന് എന്ത് സന്തോഷം ഉണ്ടാവുമെന്നറിയോ? എൻ്റെ സംസാരം നിങ്ങൾ വിട്ടേക്ക്, അവർ വല്ലാതെ സന്തോഷത്തോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ. പഴയ കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പുതിയ കാലത്തിലേക്കുള്ള സഞ്ചാരപഥത്തിലൂടെ കടന്നു പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളെ നമ്മൾ ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കാൻ. പോരാ, ഇവിടെ വേറെ 2 കുടുംബം കൂടിയുണ്ട്. ചോനാരി കുടുംബമല്ലാത്ത 2 കുടുംബം ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. അവർ ചോനാരി കുടുംബത്തിലേക്ക് വന്ന പെൺകുട്ടികളാണ്, മരുമക്കളായി വന്നവരാണ്. അവരുടെ കുടുംബത്തിൻ്റെ പേര് ചോനാരി എന്നല്ല. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ പരിഗണിക്കണേ. ചോനാരി കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആ അന്തസ്സ് കാണിക്കേണ്ടത് മരുമക്കളോടാണ്. അമ്മായിമ്മമാരൊരിക്കലും മരുമക്കളോട് മോശമായി പെരുമാറല്ലേ. നമ്മൾ ചോനാരി കുടുംബമാണ്. അതിമനോഹരമായി മക്കളെപ്പോലെ മരുമക്കളെ നെഞ്ചിൽ ചേർക്ക്. മരുമക്കൾക്ക്, പെമ്മക്കൾക്ക് കുറെ ഉമ്മ കിട്ടാറുണ്ട്, മരുമക്കളെ മുത്തം വെക്കുന്ന അമ്മായിമ്മമാരുടെ എണ്ണം വളരെ കുറവാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. ചോനാരി കുടുംബം എന്ന് പിരിയുമ്പോൾ വീട്ടിൽ പോയിട്ട് മരുമക്കൾക്ക് മുത്തം കൊടുക്കുന്ന അമ്മായിമ്മമാരായി നമ്മൾ മാറണം. കാരണം അത് നമ്മളുടെ മോളാണ്. ഏതോ ഒരു പാവം പിതാവിൻ്റെ മോള് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്. അവളുടെ വീട്ടിൽ നിന്നത് 19-20 വർഷമാകാം. ഇനി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നത് മരണം വരേക്കുമാണ്. അതുകൊണ്ട് അവൾ ജനിച്ച വീട്ടിൽ നിന്നതിനേക്കാൾ നിന്ന കുടുംബം എന്ന അർത്ഥത്തിൽ നമ്മുടെ സ്വന്തം മക്കളായി അവരെ പരിഗണിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മരുമക്കളോട് ദയവ് ചെയ്ത് ഇന്നത്തെ കുടുംബ സംഗമം പിരിഞ്ഞു പോകുമ്പോൾ അമ്മായിമ്മ അവിടെ ഇരിക്കണം, മരുമകൾ അവിടെ ഇരിക്കണം എന്നാകരുത്. അമ്മായിമ്മൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് സുന്ദരമായിട്ട് നടക്കുന്ന സ്വന്തം മകളായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മാറണം. പ്രിയപ്പെട്ട ആണുങ്ങളോടും ഭാര്യ ഭർത്താക്കന്മാരോട് പരസ്പരം സ്നേഹവും അതിൻ്റെ ഊഷ്മളതയും വീട്ടിൽ നിങ്ങൾ കാണിക്കണം. പ്രണയിക്കണം എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പരസ്പരം ആ പ്രണയം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാണിക്കണം. മക്കളെ ആ ലോകത്തിലൂടെ കടന്നു പോകണം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് നിങ്ങൾ ഇതിനെ എടുത്തു പറക്ക്. കാരണം ചിറകുകൾ നിങ്ങളുടെ കയ്യിലാണ്. ചോനാരി കുടുംബത്തിൻ്റെ ഈ യശസ്സിനെ ഉയർത്തിക്കൊണ്ടു പോകേണ്ടുന്ന ഉത്തരവാദിത്വം ഇവിടുത്തെ യുവാക്കൾക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ലത്തീഫിനെ പോലെയുള്ള, പ്രിയപ്പെട്ട റഫീഖ് ഭായിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടു പോകട്ടെ ഈ യശസ്സിനെ. അങ്ങനെ യുവാക്കൾ സുന്ദരമായിട്ട് ഇതിനെ കൊണ്ടുപോ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടത്തോട് ഭാവിയിൽ ഇവിടെ ആദരം നടക്കുമ്പോൾ ചോനാരി കുടുംബത്തിൽ നിന്നൊരു IAS കാരനെയെങ്കിലും ഇവിടെ വെച്ച് ആദരിക്കുന്നൊരവസ്ഥയുണ്ടാകണം. ചോനാരി കുടുംബത്തിൽ നിന്ന് ഇഷ്ടംപോലെ ഡോക്ടർമാരെ ആദരിക്കുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാകണം. ഒരുപാട് IITiansനെ, എഞ്ചിനീയേഴ്സിനെ എന്ന് ഞാൻ പറയുന്നില്ല, എഞ്ചിനീയറിംഗ് പലയിടത്തുനിന്നും കഴിയാം. IITiansനെ അല്ലെങ്കിൽ NITiansനെ ഇവിടെ ടോപ്പ് ലെവലിലേക്ക് കയറിയിട്ടുള്ള കുട്ടികളെ ഇവിടെ ആദരിക്കണം. ഇതേപോലെ തന്നെ ഈ പറയുന്ന കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ടെക്സസ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള ടോപ്പ് റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങിയിട്ടുള്ള കുട്ടികളെ ഇവിടെ ആദരിക്കണം. പോരാ, തിരുവനന്തപുരത്താണ് നാളെ എനിക്ക് പരിപാടി. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ
അവിടെ ഒരു കുടുംബത്തെ കണ്ടു. അത് തൊലിപ്പാറ എന്ന് പറയുന്ന കുടുംബമാണ്. ആ ഒറ്റ കുടുംബത്തിൽ ഒരു ലബ്ബ എന്ന് പറയുന്ന മനുഷ്യന്റെ 12 മക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മക്കളിൽ 56 ഹാഫിളീങ്ങളെയാണെന്ന് ആദരിച്ചത്. ഒരു കുടുംബത്തിൽ 56 ഹാഫിളീങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ചോനാരി കുടുംബത്തോട്, നമ്മുടെ കുടുംബത്തിൽ ഹാഫിളീങ്ങൾ ആദരവിന് വേണ്ടി കടന്നു വരണം, ആലിമീങ്ങൾ ആദരത്തിന് വേണ്ടി കടന്നു വരണം. എല്ലാറ്റിനും അപ്പുറം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ടെസ്റ്റുകൾ നടത്തിയിട്ട് അവരെ വേറെ വേറെ ലോകത്തിലേക്ക് എത്തിക്കുന്ന അതിമനോഹരമായ വിദ്യാഭ്യാസത്തിൻ്റെ സംഹിത ഈ ചോനാരി കുടുംബത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടാകണം. ഇനി നമ്മുടെ കുട്ടികൾ നല്ല ഡിസൈൻ ചെയ്തിട്ട് ടോപ്പ് ലെവൽ ക്യാമ്പസിലേക്ക് എത്തട്ടെ. ഇവിടെ പിന്നീട് ആദരം വാങ്ങുമ്പോൾ ഇന്ന ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളെന്ന്, അതേമാതിരി UPSC എഴുതിയിട്ട് ഇന്ന സ്റ്റേജിൽ എത്തിയ കുട്ടികളെന്ന്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എത്തിയവരെന്ന് ചോനാരി കുടുംബത്തിലെ ആളുകളെ ഭാവിയിൽ ഈ സ്റ്റേജിൽ വെച്ച് ആദരിക്കുന്നൊരവസ്ഥയുണ്ടാകട്ടെ. അതിനെല്ലാറ്റിനും വേണ്ടി മൂല്യത്തോടെ പോകുന്ന, വിദ്യാഭ്യാസത്തിലൂടെ പോകുന്ന, സമ്പത്തിലൂടെ പോകുന്ന സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല ബിസിനസ്സുകാരായിട്ട് നിങ്ങൾ വളർന്നോ. ഇതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങോട്ടിങ്ങോട്ട് ഈഗോയിസമില്ലാതെ പോകുന്ന കുടുംബമാക്ക്. ഞാൻ ചോനാരിയിൽ ഇന്നതാണ്, ഈ ചോനാരിയിൽ തന്നെ ചിലപ്പോൾ 4-5 ടീമുകളുണ്ടാവും. ഞാൻ ചോനാരിയിൽ ഇന്നതാണ്, ഓല് കുറച്ച് അങ്ങനെയായിരുന്നു പണ്ട്, ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടായി വന്നതാണെന്നൊന്ന് ആലോചിക്കല്ലേ. ഇപ്പോൾ പൈസ ഉണ്ടായാലും എപ്പോൾ പൈസ ഉണ്ടായാലും ഒക്കെ അവർ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. പൈസ ഇന്ന് വരും നാളെ പോകും, അങ്ങനത്തെ ഒരു സാധന. നമ്മുടെ വ്യക്തിത്വമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങളെ, രാഷ്ട്രീയങ്ങളെ എല്ലാറ്റിനെയും മാറ്റിവെച്ചുകൊണ്ട്, അതാണ് അനുസരിച്ച് നിങ്ങൾ പോയിക്കോ. ഏത് രാഷ്ട്രീയത്തിലും ഏത് മതസംഘടനയിലാണ് നമ്മൾ ഉള്ളത്, അതിനനുസരിച്ച് പോയിക്കോളൂ, യാതൊരു വിരോധവുമില്ല. പക്ഷേ കുടുംബം കൂടുന്ന സമയത്ത് ഒന്നിച്ച് നെഞ്ചിൽ ചേർത്തുകൊണ്ട് കാരണവന്മാരെ ആദരിക്കുകയും യുവാക്കളെ മാനിക്കുകയും വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും പ്രിയപ്പെട്ട നമ്മുടെ ഈ സ്ത്രീവർഗത്തിന് ഏറ്റവും കൂടുതൽ നല്ല ഡിഗ്നിറ്റി കൊടുത്ത്, ആദരം കൊടുത്ത് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉന്നതമായൊരു കുടുംബമായി നമ്മുടെ ഈ കുടുംബം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഇന്ന് മുതലാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ എണീപ്പിക്കാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഇൻഷാ അല്ലാ ഈ പറഞ്ഞ രീതിയിൽ ചോനാരി കുടുംബം മൂല്യത്തിലൂടെ കടന്നു പോകുമെന്ന്, ദീനിയായ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന്, ഇതേപോലെ തന്നെ ഉന്നതമായി ഡ്രഗ്സിൽ നിന്ന് മാറി നിന്ന് മരുന്നടിക്കാതെ പോകുമെന്ന്, നല്ല കുടുംബമായി മാതാപിതാക്കളെ സ്നേഹിച്ചു പോകുമെന്ന്, മാതാപിതാക്കൾ തിരിച്ച് കുട്ടികളോട് നല്ല രീതിയിൽ പോകുമെന്ന്, സമൂഹത്തിൽ ഉന്നതമായൊരു കുടുംബമായി മുന്നോട്ട് പോകുമെന്ന്, സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാകുമെന്ന്, ഒരർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ദീന വിട്ടുകൊണ്ട് കളിക്കില്ല എന്ന്, വിശ്വാസമയുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും നമ്മൾ അടുക്കുമെന്ന്, അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ യശസ്സോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ചോനാരി കുടുംബമായി നമ്മൾ മാറുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രയാസമില്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന 4 ആൾക്കാർക്കൊന്ന് കൈ കൊടുത്താട്ടെ. എല്ലാവർക്കും കൊടുക്കണമെന്നില്ല, നമുക്കൊരു ചെറിയ മടിയൊക്കെ തോന്നും, എന്നാലും കൈയാണ്ട് കൊടുത്താളി ഇൻഷാ അല്ലാ. വയസ്സന്മാരും കൊടുത്തോളി. യുവാക്കൾക്ക് നല്ല രീതിയിൽ ചോനാരി കുടുംബം ഇനിയും ഉയർന്നു പോകട്ടെ. പഴയ കാലത്ത് മമ്പുറം തങ്ങളുടെ യശസ്സിൻ്റെ പിന്നാലെ നിഴലായി നിന്നതുപോലെ ഇനിയുള്ള വലിയ വലിയ പരിവർത്തനത്തിൻ്റെ പിന്നിൽ വീണ്ടും ഈ ചോനാരി കുടുംബം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ക്ഷണിച്ചതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു. നിങ്ങൾക്കൊരു നല്ല ദിവസം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സുലൈമാൻ സാർ. താങ്ക് യു. വളരെ മനോഹരമായിക്കൊണ്ട് നമ്മുടെ ഈ ചോനാരി കുടുംബ സംഗമ സദസ്സിൽ എത്തിച്ചേർന്ന് നമുക്ക് വളരെ മനോഹരമായ ഒരു ക്ലാസ് ഒരുക്കി തന്ന പ്രിയപ്പെട്ട സുലൈമാൻ മേൽപ്പത്തൂർ സാറിന് നല്ല മനസ്സോടെ എല്ലാവരും ചേർന്നുകൊണ്ട് നല്ലൊരു കൈയ്യടും കൂടെ കൊടുക്കുക ഗംഭീരമായിട്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവിധ നന്ദിയും കടപ്പാടും സുലൈമാൻ സാറിന് അറിയിക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി പ്രോഗ്രാം ചെയ്യാൻ ഇവിടെ ആദ്യം പേര് തന്നിട്ടുള്ള കുട്ടികൾ, ഡാൻസ്, പാട്ട് കാര്യങ്ങൾക്കൊക്കെ പേര് തന്നിട്ടുള്ള കുട്ടികൾ റെഡി ആവേണ്ടതാണ്. പെട്ടെന്ന് റെഡി ആവണം. കാരണം നമുക്ക് ഇനി ഓൾറെഡി ഒരു സ്റ്റോപ്പിംഗ് ഇല്ല. കാരണം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളവരൊക്കെ നിസ്കരിക്കാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ പ്രോഗ്രാം ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ല. പ്രോഗ്രാം ഓൾറെഡി നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന കാരണവന്മാരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. കുഞ്ഞിൻ ഹാജി ഒറ്റപ്പീടിക, പ്ലീസ് വെൽക്കം കുഞ്ഞിൻ ഹാജി ഒറ്റപ്പീടിക. 37ഓളം നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. മമ്മുദു മുസ്ലിയാർ ചിറക്കൽ, അബ്ദുൽ ഖാദർ ഹാജി ആലിം ചുവട്, കുഞ്ഞു മുഹമ്മദ് ചോലങ്കര,
75 വയസ്സ്, നമ്മുടെ കുടുംബത്തിലെ 75 വയസ്സിൽ മുതിർന്നവരെയാണ് നമ്മൾ ഈ ഒരു വേദിയിൽ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു മുഹമ്മദ് ചോലങ്ങര. പേര് വിളിക്കുന്നവർ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ട് അവരുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കുഞ്ഞു മുഹമ്മദ് ചോലങ്ങര. അബ്ദുസമദ് ഹാജി. വോളണ്ടിയേഴ്സ് പേര് വിളിക്കുന്നവർ ഇവിടെ എത്തിക്കാൻ ശ്രദ്ധിക്കണേ. വോളണ്ടിയേഴ്സ് പ്ലീസ്. അബ്ദുസമദ് ഹാജി. മുഹമ്മദ് ഒറ്റപ്പീടിക. മ്യൂസിക്. അലവിക്കുട്ടി പാറക്കാവ്. മുഹമ്മദ് കുട്ടി വള്ളിക്കോത്ത്. ഇബ്രാഹിം കുട്ടി. വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ. സുലൈമാൻ സാഹിബിന് പോകേണ്ടതുണ്ട്. ഓക്കെ, ഇബ്രാഹിം കുട്ടി കാക്കച്ചിനക്കൽ. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയണം ഈ ഒരു വ്യക്തിയെ. നമ്മുടെ കുടുംബസംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടി നടന്നിട്ടുള്ള ഇബ്രാഹിം കുട്ടി കാക്കച്ചിനക്കൽക്കുള്ള ഒരു സ്നേഹോപഹാരം വേദിയിൽ സമ്മാനിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇബ്രാഹിം കുട്ടി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അബൂബക്കർ കുണ്ടംകടവ്. ഇത് കഴിഞ്ഞിട്ട് കൂപ്പണുണ്ട്. സുലൈമാൻ സാഹിബ്, ഞങ്ങൾ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ലക്കി ഡ്രോ ഉണ്ട്. 1ാം സമ്മാനം അടിക്കുന്നവർക്ക് വാഷിംഗ് മെഷീന്, 2ാം സമ്മാനം ഒരു ഗിയർ സൈക്കിളാണ്, 3ാം സമ്മാനം മുഹമ്മദ് ഹാജി ചോനാരി പാറേക്കാവ്. മുഹമ്മദ് ഹാജി. 3ാം സമ്മാനം ഒരു മിക്സിയുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എടുക്കുന്നത് പ്രോത്സാഹന സമ്മാനം 25 ഫുട്ബോളാണ്. അതിപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട സുലൈമാൻ സാഹിബിൻ്റെ ആണ്. 1 അദ്ദേഹം എടുക്കും. ഹലോ, നമ്മളെ പിന്നെ പ്രോത്സാഹന സമ്മാനം ബോള്, അതിൻ്റെ ഫസ്റ്റ് നറുക്കെടുപ്പ് നമ്മളെ പിന്നെ സുലൈമാൻ മേപ്പത്തൂർ എടുക്കാൻ പോവുകയാണ്. ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് പ്രോത്സാഹന സമ്മാനം ബോൾ കിട്ടിയിട്ടുള്ളത് ഹനാൻ. നമ്പർ 90 37 88 60 85. ഹനാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് കയറി വരണം. ഹനാൻ. ആ
താങ്ക് യു. ഹനാൻ താങ്ക് യു. ബമ്പറിന് വരണം. അടുത്തത് മുഫീദ. രണ്ടാമത്തെ നറുക്കെടുപ്പ് വിജയിയായിട്ടുള്ള മുഫീദ. നമ്പർ 88 91 464 710. ഇല്ലേ? ആളില്ലേ? ആൾ ഇവിടെ ഉണ്ടോ? വരണം. ഓക്കെ, ഇനി പ്രോഗ്രാം ചെയ്യാൻ ഇവിടെ ഓൾറെഡി പേര് നൽകിയിട്ടുള്ള കുട്ടികളെല്ലാം പെട്ടെന്ന് റെഡി ആവണം. കുട്ടികളുടെ പ്രോഗ്രാംസ് വേദിയിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ്റെ നന്ദി പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ലത്തീഫ് സാറ് ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ലത്തീഫ് സാറിനെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം. ഇനി നമുക്ക് ഏകദേശം ഒരു 27ഓളം പ്രോഗ്രാംസുകൾ വേദിയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേര് നൽകിയിട്ടുള്ള എല്ലാ കുട്ടികളും, ഡാൻസിനുള്ള കുട്ടികളൊക്കെ ഓൾറെഡി ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന്, ഇതൊരു ബ്രേക്ക് ഇല്ല, പെട്ടെന്ന് ഗ്രൂപ്പ് ഡാൻസ്. ആദ്യത്തെ ഗ്രൂപ്പ് ഡാൻസ് സഫ ഷെറിൻ ആൻഡ് ഷെഫിൻ മുഹമ്മദ്. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് സോങ് റിത മജീദ്, അതുപോലെ തന്നെ നിധ മജീദ്. ഇവരൊക്കെ പെട്ടെന്ന് റെഡി ആവണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. സിംഗിൾ ഡാൻസ് നൂറുൽ ഹയ. കുട്ടികൾ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കൊണ്ട് വേദിയിലേക്ക് എത്തിച്ചേരണം. പ്രോഗ്രാംസ് പെട്ടെന്ന്. ഓക്കെ, വീണ്ടും 75ൻ്റെ മുകളിലുള്ള പ്രിയപ്പെട്ടവരെ ആദരിക്കുന്നു. മുഹമ്മദ് കുട്ടി ചൊക്ലങ്ങര, മറിയക്കുട്ടി ചെട്ടിപ്പടി. നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാരെയാണ് നമ്മൾ വേദിയിൽ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരെയും ഉമ്മമാരെയുമാണ് നമ്മൾ ഒരു വേദിയിൽ അവർക്കുള്ള സ്നേഹോപഹാരം നൽകിക്കൊണ്ട് ആദരിക്കുന്നത്. ഒരുമയുടെ വെളിച്ചം പ്രകാശിക്കും ചോനാരി ഫാമിലി കുടുംബസംഗമത്തിലെ മറ്റൊരു ഉമ്മയാണ് നമ്മുടെ പ്രിയപ്പെട്ട മറിയക്കുട്ടി ചെട്ടിപ്പടി. മറിയക്കുട്ടി ഉമ്മയ്ക്കുള്ള സ്നേഹോപഹാരം വേദിയിൽ സമ്മാനിക്കുകയാണ്. മറിയക്കുട്ടി ഉമ്മ ഒന്ന് കൈ പൊക്കണം. ഏത് ഭാഗത്താണ് ഇരിക്കുന്നത്? വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. മറിയക്കുട്ടി ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് കദിയുമ്മു. കദിയുമ്മു, വൈഫ് ഓഫ് സൈനുക്ക. കദിയുമ്മു മതിയോ? ഓക്കെ, ഇനി നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. വീണ്ടും